ഈവനിംഗ് ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ 4 ചോദ്യങ്ങൾ ഞങ്ങൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ പ്രേക്ഷകരുടെ മുൻപിലേക്ക് വയ്ക്കുകയാണ്. നോക്കാം ചോദ്യങ്ങൾ. മുല്ലപ്പള്ളിയുടെ മുൻകൂർ ജാമ്യത്തിന്റെ പൊരുളെന്ത്? അണിയറയിൽ നടന്നത് സമ്മതിക്കാൻ കോൺഗ്രസ് BJP നേതൃത്വങ്ങൾ തയ്യാറാകുമോ? വീണ്ടും പരാജയപ്പെടുമോ പുതിയ കോലീബി? 4 വോട്ടിന് മാറ്റാവുന്നതോ നിലപാടുകൾ? ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ നോക്കാം. SK സജീഷ് CPIM, ഡോക്ടർ GV ഹരി കോൺഗ്രസ് നേതാവ്, നാരായണൻ നമ്പൂതിരി BJP, ഒപ്പം ലാൽകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ. അതിനു മുൻപ് ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. വട്ടിയൂർക്കാവിൽ വോട്ട് കച്ചവടം നടന്നെന്ന് മുല്ലപ്പള്ളി. വട്ടിയൂർക്കാവിൽ മുതിർന്ന നേതാക്കളുടെ അസാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും മുല്ലപ്പള്ളി. വട്ടിയൂർക്കാവിൽ മാത്രമല്ല മറ്റു പലയിടങ്ങളിലും കച്ചവടം നടന്നെന്ന് കോടിയേരി. മുല്ലപ്പള്ളിയുടേത് പരാജയം മുൻകൂട്ടി കണ്ടുള്ള മുൻകൂർ ജാമ്യം. തുടർഭരണം ഉണ്ടാകില്ലെന്ന PK കൃഷ്ണദാസിന്റെ പ്രസ്താവന കോൺഗ്രസ് BJP അണയിര നീക്കത്തിന്റെ തെളിവെന്നും കോടിയേരി. വ്യാജ വാർത്തകൾക്കെതിരെ ആഞ്ഞടിച്ച് G സുധാകരൻ. 65 യോഗങ്ങളിൽ പ്രസംഗിച്ച താൻ പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തില്ലെന്ന വാർത്ത വസ്തുതാവിരുദ്ധം. കുപ്രചരണം പൊളിറ്റിക്കൽ ക്രിമിനലുകളെ വളർത്താനെന്നും സുധാകരൻ. സംസ്ഥാനത്ത് ഇന്ന് 6986 പേർക്ക് കോവിഡ്, 2358 പേർക്ക് രോഗമുക്തി. പടരുന്നത് ജനിതകമാറ്റം വന്ന വൈറസ് എന്ന് സംശയം. മുഖ്യമന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരം. രാജ്യത്ത് കോവിഡ് വാക്സിൻ ക്ഷാമം രൂക്ഷം. 80 ലക്ഷം ഡോസ് വേണ്ടിടത്ത് 8 ലക്ഷം മാത്രം. പ്രതിദിന കോവിഡ് കേസുകൾ 1.5 ലക്ഷം കടന്നു. ബാങ്ക് മാനേജർ ജീവനൊടുക്കിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ജീവനക്കാരുടെ സംഘടന. മരിച്ച സ്വപ്ന പുത്തൻ ബാങ്കിംഗ് നയങ്ങളുടെ ഇരയെന്നും സംഘടന. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. ചർച്ചയിലേക്ക് വിശദമായി നോക്കാം. ശ്രീ ഡോക്ടർ GV ഹരി, ഈ വട്ടിയൂർക്കാവിൽ അട്ടിമറി നടന്നെന്ന് KPCC അധ്യക്ഷൻ തന്നെ സംശയിക്കുകയാണ്. മുതിർന്ന നേതാക്കളുടെ അസാന്നിധ്യമൊക്കെ വലിയ സംശയമുളവാക്കുന്നുവെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു വയ്ക്കുന്നു. പ്രചരണ രംഗത്തെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ പോസ്റ്ററുകളടക്കം ആക്രിക്കടയിലടക്കം വന്ന സംഭവങ്ങളൊക്കെ മുൻനിർത്തിയാണ് മുല്ലപ്പള്ളി പറഞ്ഞു വയ്ക്കുന്നത്. ഈ കോലീബി സഖ്യമെന്ന ആരോപണം, ഒപ്പം തന്നെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ കാലുവാരി എന്ന ആരോപണം, ഇങ്ങനെ ഒരുപാട് രാഷ്ട്രീയ ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് ഇന്ന് KPCC അധ്യക്ഷൻ തന്നെ ഈ പറയുന്ന സാധ്യതകളൊക്കെ പരിശോധിക്കേണ്ടി വരും, അതിലൊരു കമ്മിറ്റിയെ നിയോഗിക്കും എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നത്. സത്യത്തിൽ പൊതുസമൂഹത്തിന് മുൻപിൽ എന്തു വിശ്വാസ്യതയാണ് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഇവിടെ പറയാനുള്ളത്? നമുക്ക് വട്ടിയൂർക്കാവിലെ സംഭവം തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ടാണ് പാർട്ടി കാണുന്നത്. ഒരു സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകൾ ആക്രിക്കടയിൽ വിൽക്കാൻ കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും വളരെ അന്വേഷിക്കേണ്ടതും അവർക്ക് നടപടി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ വട്ടിയൂർക്കാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പരാതികൾ KPCCയുടെ അധ്യക്ഷനോട് സ്ഥാനാർത്ഥി പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്നും നമ്മുടെ വോട്ടിങ്ങിനെ ആരോ പറഞ്ഞതുപോലെ അവർ പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് സമിതിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശ്രീ ജോൺസൺ എബ്രഹാമിൻ്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്വാഭാവികമായിട്ടും ഒരു പരാതി ഏത് സ്ഥാനാർത്ഥി പറഞ്ഞാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് സീരിയസ് ആയി അന്വേഷിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. അതാണെന്ന് KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അങ്ങനെ ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി, ആ സാഹചര്യം ഉണ്ടായതിൻ്റെ കാരണം എന്താണ്, ഏതെങ്കിലും ഒരു പ്രത്യേകിച്ചൊരു നേതാവ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അടങ്ങുന്ന കാര്യങ്ങളടക്കമുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അവിടെ പാർട്ടിക്ക് വലിയ പരാജയം ഉണ്ടാകുമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടോന്നൊന്നുമല്ല. അവിടെ അത് വീണ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി തന്നെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം, എന്നോടൊപ്പം 2:30 മണിക്കും 3 മണിക്കുമൊക്കെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നേതാക്കന്മാരും അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ചിലരെ സംബന്ധിച്ചുള്ള ചില പ്രയാസങ്ങളാണ് വീണ പങ്കുവച്ചത്. അതിപ്പോൾ ഈ പാർട്ടിയിൽ മാത്രമല്ല, ഇന്നിപ്പോൾ നിങ്ങളിപ്പോൾ അറിയാമല്ലോ, സുധാകരൻ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിന് ഇന്ന് ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹത്തിന് ചില വിശദീകരണങ്ങൾ കൊടുക്കേണ്ട സാഹചര്യമുണ്ടായി. അപ്പോൾ അതുകൊണ്ടത് ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ചില ആളുകൾ വിട്ടുനിൽക്കും. അപ്പോൾ അങ്ങനെ വിട്ടുനിൽക്കുന്ന ആളുകൾ ആരാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണെങ്കിൽ സംശയമുണ്ട്. അതായത് ഇപ്പോൾ താങ്കളിലേക്ക് തന്നെയാണ് വരുന്നത്. അതായത് ഈ പത്രസമ്മേളനം വിളിച്ച കാര്യം താങ്കൾ പറഞ്ഞു, അദ്ദേഹം കൃത്യമായിട്ട് എണ്ണി പറഞ്ഞു, ഞാൻ ഇത്രയധികം പൊതുയോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, ഇത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന്. ഇവിടെ നിങ്ങളുടെ
പാർട്ടിയുടെ അധ്യക്ഷൻ പറയുകയാണ്, എനിക്ക് സംശയമുണ്ട് അവിടുത്തെ കാര്യങ്ങളിൽ, അവിടെ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് മാധ്യമങ്ങളല്ല പറഞ്ഞത്. പാർട്ടിയുടെ അധ്യക്ഷനാണ് ഈ വാക്കുകൾ മാധ്യമങ്ങളിലേക്ക് നൽകിയത്. മനു, അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. അത് മനു, അദ്ദേഹം പറഞ്ഞില്ലാത്ത ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരുടെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകൾ കടയിൽ അല്ലെങ്കിൽ ആക്രിക്കടയിൽ വിൽക്കാൻ കൊണ്ടുപോകുന്നു. അതിനകത്ത് ബന്ധപ്പെട്ട ഒരാൾക്കെതിരെയായിട്ട് DCC ചുമതലപ്പെടുത്തിയ ആൾക്ക് നടപടിയെടുക്കുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അത് അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ന്യായമായ ഒരു സംശയം അദ്ദേഹത്തിന് വരാം. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, അദ്ദേഹം അവിടെ പ്രചരണത്തിനായിട്ട് അദ്ദേഹം അവിടെ പ്രസംഗത്തിനുടെ പരിപാടികൾ ഉദ്ഘാടനത്തിനായി അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അവിടെ പ്രധാനപ്പെട്ട 1-2 നേതാക്കന്മാർ, ഇതൊക്കെ പ്രാദേശികമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്, അവിടുത്തെ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ KPCC തലത്തിലോ അല്ലെങ്കിൽ മറ്റേ DCC തലത്തിലോ പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ചല്ല ആ പറയുന്നത്. അപ്പോൾ പക്ഷേ നേരത്തെ സൂചിപ്പിച്ച ശ്രീ K. സുധാകരനെ പോലുള്ള മുൻ മന്ത്രിയായിരുന്ന അവിടുത്തെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളിനെ സംബന്ധിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അദ്ദേഹം അത് പറഞ്ഞു 65ഓളം. അതുപോലെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം പാർട്ടി ചോദിക്കുകയും സ്വാഭാവികമായിട്ട് അവർക്കത് പറയാനുള്ള അവസരം കൊടുക്കണമല്ലോ. എന്നിട്ട് വേണമല്ലോ നമ്മൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ നടപടിയെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നമ്മുടെ ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ ഈ പോസ്റ്ററുകൾ അവിടെ ഉണ്ടായത് ഒരു കാരണവശാലും ആരും, പ്രത്യേകിച്ച് ചിഹ്നമടക്കമുള്ള കാര്യങ്ങൾ, എന്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോലും അതൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു പാർട്ടി പ്രവർത്തകനാണെങ്കിൽ, പാർട്ടിയോട് ആത്മാർത്ഥമായ കൂറുള്ള ആളുകളാണെങ്കിൽ അത് വിൽക്കുകയല്ല ചെയ്യേണ്ടത്, അത് എടുത്ത് വെക്കുക എന്നുള്ളതാണ് ചെയ്തത്. അത് ബേസിക് ആയിട്ടൊരു കാര്യമാണ്. അല്ല, എനിക്കൊരു സംശയമുണ്ട്. ഈ പോസ്റ്ററുകൾ ഒട്ടിക്കാനുള്ളതല്ലേ? സ്ഥാനാർത്ഥിയെയും സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തെയും നാട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ പോസ്റ്ററുകൾ ഒട്ടിക്കേണ്ടതല്ലേ? അത് സൂക്ഷിച്ചു വെക്കുക എന്നതിനപ്പുറത്തേക്ക് അത് ഒട്ടിക്കാൻ പോലുമുള്ള സംവിധാനങ്ങളില്ലെങ്കിൽ പിന്നെ എന്ത് പ്രവർത്തനമാണ് എന്ന ചോദ്യം ബാക്കി വരുന്നില്ലേ? മനു, അത് ശരിയാണ്. മനു പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് ഈ ചിഹ്നമടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ചിഹ്നം ഒക്കെ നമുക്ക് എല്ലാ തെരഞ്ഞെടുപ്പിലും, ആരുടെ തെരഞ്ഞെടുപ്പാണെങ്കിലും സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിൽ ചിഹ്നം ഒക്കെ മിച്ചം വരും. അതൊക്കെ ഞങ്ങളാരും കൊണ്ടുപോയി കൊടുക്കാറില്ല സ്വാഭാവികമായിട്ടും. പോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം, വീണയുമായി ബന്ധപ്പെട്ട സംബന്ധിച്ചിടത്തോളം, ഒരു പ്രദേശത്ത് കൊടുത്തിട്ടുള്ള പോസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടിക്കാനുള്ളത് തന്നെയാണ്. എന്തുകൊണ്ട് അത് ഒട്ടിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ഒട്ടിച്ചിട്ടില്ല, അത് ആർക്കാണത് കൊടുത്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു പോസ്റ്റർ എന്ന് പറയുമ്പോൾ ഓരോ മണ്ഡലത്തിലും എന്താണ് ആയിരക്കണക്കിന് പോസ്റ്ററുകളാണ് കൊടുക്കുന്നത്. അതിൽ ചിലപ്പം കൊടുത്തിരിക്കുന്ന ഒരു ബൂത്തിൽ, ഒരു പ്രത്യേക ബൂത്തിലായിരിക്കും നമ്മൾ മാറ്റി വെക്കുന്നത്. അങ്ങനെയുള്ള ഏത് ബൂത്താണ്, അത് ആരാണ് ചെയ്തതെന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് അന്വേഷണ കമ്മീഷൻ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഏതായാലും ശ്രീ നാരായണൻ നമ്പൂതിരി, അതായത് ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ന് ഈ വട്ടിയൂർക്കാവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ അതവിടെ നിൽക്കട്ടെ. അതിനു മുൻപ് താങ്കളുടെ നേതാവ് ശ്രീ PK കൃഷ്ണദാസ് ഇന്ന് പറയുകയുണ്ടായി, ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഭരണ തുടർച്ച ഉണ്ടാകില്ല. ശരിയാണ്, അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചില കാര്യങ്ങൾ, അതിൽ ഒരു BJP നേതാവ് അങ്ങനെ പറയുന്നതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ വാക്യം അദ്ദേഹം പറഞ്ഞതിന് ശേഷം അപ്പോൾ ആര് ഭരിക്കും, ഈ ഇലക്ഷന് ശേഷം BJPയുടെ റോൾ എന്ത് തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും ശ്രീ കൃഷ്ണദാസിന് മറുപടി ഇല്ലാത്തത് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെ കൃത്യമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നിൽക്കുമ്പോഴാണ് ഇന്ന് അദ്ദേഹം പറയുന്നത് ഇവിടെ ഭരണ തുടർച്ച ഉണ്ടാകില്ല, പക്ഷേ ആര് ഭരിക്കുമെന്ന ചോദ്യത്തിന് മറുപടിയില്ല, അതൊക്കെ നമുക്ക് വഴിയെ കാണാം എന്നുള്ള കാര്യം എന്നിങ്ങനെ അദ്ദേഹം ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകുന്നത്. എന്താണ് സാധാരണക്കാരനായ ഒരാൾ ഈ പ്രസ്താവനകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്? സാധാരണക്കാരനായ ഒരാൾ ഈ പ്രസ്താവന കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് LDFന് ഭരണ തുടർച്ച ഉണ്ടാകുകയില്ല എന്നുള്ളതിനപ്പുറം, LDFന് ഭരണ തുടർച്ച ഉണ്ടാകില്ല, BJPക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഞങ്ങൾക്ക് വിജയമുണ്ടാകും. ഞങ്ങൾക്ക് വിജയമുണ്ടായാൽ സ്വാഭാവികമായി കേരളത്തിൽ ഒരു മുന്നണിക്കും ഭൂരിപക്ഷം ഉണ്ടാവില്ല. അപ്പോൾ ആ സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷമാണല്ലോ അത്തരം സാഹചര്യത്തെക്കുറിച്ച്. ഇപ്പോൾ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു മുന്നണി, ഭരണത്തിലിരിക്കുന്ന മുന്നണി ഈ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിനുശേഷം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷമാണല്ലോ ബാക്കി. അത് ശരി, ഞാൻ സമ്മതിച്ചു. കാരണം ഇതിപ്പോ താങ്കളുടെ പാർട്ടിയുടെ ആ അഭിപ്രായത്തിൽ ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ എന്റെ സംശയം അതല്ല. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ സ്ഥാനം എന്താണ്, നിങ്ങളുടെ റോൾ എന്താണെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആത്മവിശ്വാസമെങ്കിലും നമ്മൾ പ്രകടിപ്പിക്കേണ്ടേ? അത് കണ്ടില്ല, അതാണ് ചോദിച്ചത്. ഇല്ല മനു, ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ലഭിക്കാൻ പോകുന്ന സീറ്റുകൾ എത്ര എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ധാരണയുണ്ട്. ഞങ്ങളുടെ വിജയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ധാരണയുണ്ട്. ഞങ്ങൾക്ക് വിജയം ഉറപ്പാകുമ്പോൾ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഒരു ഹങ് അസംബ്ലി ആണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിനുശേഷം അപ്പോൾ അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണല്ലോ പിന്നെ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്ത വരേണ്ടത്. ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ഈ ഒരു ഭരണ തുടർച്ച ഉണ്ടാകണമെങ്കിൽ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടണം. ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടില്ല. വലതുപക്ഷത്തിന് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമോ കിട്ടിയല്ലോ എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് വരുമ്പോഴല്ലേ. ഞങ്ങളുടെ കണക്കിൽ ഐക്യജനാധിപത്യ മുന്നണിക്കും 2 മുന്നണിക്കും ഭൂരിപക്ഷം ഉണ്ടാവില്ല.
ഒറ്റയ്ക്ക് ഭരിക്കാൻ, മുന്നണിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം ഉണ്ടാവില്ല. കേരളത്തിലെ നിർണായക രാഷ്ട്രീയ ശക്തിയായി ഈ അടുത്ത 5 വർഷത്തെ ഭരണത്തിൽ നിർണായക സ്വാധീനമുള്ള സംവിധാനമായി BJP മാറാൻ പോവുകയാണ്. അത് അവിതർക്കിതമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. ഏറ്റവും കൂടുതൽ ആളുകൾ അവകാശപ്പെടുന്നത്, ഇടതുപക്ഷം അവകാശപ്പെടുന്നത് തുടർച്ച ഉണ്ടാകും എന്ന് പറയുമ്പോൾ തുടർച്ച ഉണ്ടാകില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഒരു പത്രസമ്മേളനത്തിലല്ല വെളിപ്പാക്കേണ്ടത്. അത് മെയ് 2-ന് ശേഷമുള്ള രാഷ്ട്രീയ കാര്യസമിതി കൂടി തീരുമാനിക്കും. അല്ല, അത് ഞാൻ സമ്മതിച്ചു, അതൊക്കെ മെയ് 2-ന് ശേഷമുള്ള കാര്യങ്ങൾ. പക്ഷേ എങ്കിൽ പോലും താങ്കൾ പറഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോടല്ല ഇത് പറയേണ്ടതെന്ന്. ഈ പറയുന്ന ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കന്മാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ കൃത്യമായ മറുപടി അതിൽ നൽകുന്നുണ്ട്. പക്ഷേ PK കൃഷ്ണദാസിനോട് ഈ കാര്യം എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താകും BJPയുടെ റോൾ എന്താണ്? അപ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ LDFന് ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ പകരം UDF അധികാരത്തിൽ വരുമോ എന്നൊന്നും ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയുന്നില്ല. ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ ഈ തൂക്കുസഭ അടക്കമുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ധാരണയിലെങ്കിൽ അത് കൃത്യമായി പറഞ്ഞു വെക്കേണ്ട ഒരു ബാധ്യത മുതിർന്ന നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിനില്ലേ? അത് പറയാതെ പോകുമ്പോഴാണ് ഈ സംശയങ്ങൾ ഉയർന്നു വരുന്നത്. അല്ല, UDFന് ഭൂരിപക്ഷം കിട്ടുമെന്നൊന്നും PK കൃഷ്ണദാസ് പറഞ്ഞില്ലല്ലോ. ഇല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന് കേട്ടില്ല, കണ്ടില്ല. അങ്ങനെയല്ല മനു പറഞ്ഞതനുസരിച്ച് UDFന് ഭൂരിപക്ഷം കിട്ടുമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, അങ്ങനെയല്ല പറഞ്ഞതെങ്കിൽ ശരിയാണ്. ഒരു നിമിഷം, ശ്രീ നാരായണൻ നമ്പൂതിരി, താങ്കൾ കേൾക്കാത്തത് കൊണ്ടാണ്. അതായത് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു എന്താണ് ഒരു രാഷ്ട്രീയ സ്ഥിതി എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു LDFന് ഭരണ തുടർച്ച ഉണ്ടാകില്ല. അപ്പോൾ ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആര് അധികാരത്തിൽ വരും, UDFന് ഭൂരിപക്ഷം കിട്ടുമോ? അപ്പോൾ അദ്ദേഹം പറയുന്നു അതൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അത് അവിടെ നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ സ്ഥിതി എന്തായിരിക്കും, നിങ്ങളുടെ റോൾ എന്താകും ഇലക്ഷൻ ഈ റിസൾട്ട് വരുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ അതിനും മറുപടിയില്ല. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ തൂക്കുസഭ എന്നതൊക്കെയാണ് നിങ്ങളുടെ ഒരു ധാരണയെങ്കിൽ അത് വ്യക്തമായി പറഞ്ഞു വെക്കണ്ടേ? ഞങ്ങൾ ചിന്തിക്കുന്നത് ഈ രീതിയിലാണ്, ഞങ്ങൾ റിസൾട്ട് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണെന്ന്. ആ ഒരു ബാധ്യത മുതിർന്ന നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിനില്ലേ? അല്ല, കൃഷ്ണദാസ് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത്, ഏത് ചോദ്യത്തിന് മറുപടി പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ നിലപാടും പാർട്ടിയുടെ ധാരണയും പാർട്ടിയുടെ വിശകലനവും അവലോകനത്തിലും പാർട്ടി ചേർന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് ഈ 2 മുന്നണിക്കും ഭൂരിപക്ഷമില്ല എന്നുള്ളതാണ്. 2 മുന്നണിക്കും ഭൂരിപക്ഷമില്ല എന്നുള്ളത് ഞങ്ങളുടെ ഇന്റേണൽ നിഗമനം മാത്രമല്ല, 2 മുന്നണിക്കും ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന് 2 മുന്നണിയും പരസ്പരം നേതാക്കന്മാർ പരസ്യമായി സമ്മതിച്ചു. ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വാക്കുകൾ എടുത്തിട്ടാണ് വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് BJPക്ക് വോട്ട് മറിച്ചതെന്ന് മനു പറയുമ്പോൾ എനിക്കറിയില്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പ്രാധാന്യമുള്ള ഒരു വാക്കാണ് കൈകളിക്കെങ്കിൽ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മഞ്ചേശ്വരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവിടെ CPMൻ്റെ വോട്ട് BJPക്ക് മറിഞ്ഞു എന്ന്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വാക്കുകൾ അത്രയേറെ യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്നതാണെങ്കിൽ മഞ്ചേശ്വരത്ത് CPMൻ്റെ വോട്ട് BJPക്ക് മറിഞ്ഞു എന്നുള്ള, BJPക്ക് പോയി എന്നുള്ള വാക്കുകളും അംഗീകരിക്കണം. നമ്മുടെ ഈ രാഷ്ട്രീയ ക്രിമിനലുകളെക്കുറിച്ച്, പാർട്ടിക്കുള്ളിലുള്ള രാഷ്ട്രീയ ക്രിമിനലുകളെക്കുറിച്ചുള്ള സുധാകരൻ്റെ വാക്കുകളും നമ്മൾ പരിഗണിക്കേണ്ടി വരും. കാരണം സുധാകരൻ വെറുതെ ഏതെങ്കിലും മാധ്യമങ്ങളെക്കുറിച്ചല്ലല്ലോ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പടം വെച്ച പോസ്റ്റർ, അദ്ദേഹത്തിൻ്റെയും അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുടെയും പടം വെച്ച പോസ്റ്റർ കീറിയിട്ട് അവിടുത്തെ MPയുടെയും സ്ഥാനാർത്ഥിയുടെയും പടം വെച്ച പോസ്റ്റർ ഒട്ടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തകളെക്കുറിച്ചാണല്ലോ പറഞ്ഞത് രാഷ്ട്രീയ ക്രിമിനൽ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ കീറിയത് ആരാ? BJPക്കാരൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ കീറിയത് CPMലെ ആളുകൾ തന്നെയാണ്. എന്നിട്ടാണല്ലോ ആരിഫിൻ്റെ പടം വെച്ചുള്ള പോസ്റ്റർ ഒട്ടിക്കുന്നത്. അപ്പോൾ ആ ഇൻസിഡൻ്റ് അടക്കം നോക്കി CPMൽ അപ്പോൾ ആരൊക്കെ CPMന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ പഠിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു അമ്പലപ്പുഴ മാത്രമല്ല, ഓൾ ഓവർ കേരളയിൽ CPMലും ഈ ഒരു അർത്ഥത്തിൽ ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ പോലെ BJPയിലേക്ക് വോട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും പഠിക്കാൻ ഉള്ള ബോഡിയെ ഇപ്പോഴേ കണ്ടെത്തുന്നത് നല്ലതാണ്. AK ബാലനെയോ ശ്രീമതി ടീച്ചറെയോ ഒക്കെ സ്പെഷ്യൽ കമ്മിറ്റി വയ്ക്കാം. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തമാണ്, ഞങ്ങൾക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ SK സജീഷ്, അതായത് ഇന്ന് ഈ വിഷയത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് തുറന്നു കാണിക്കാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കഴിഞ്ഞു. വൈകുന്നേരം കോടിയേരിയുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ, കൃത്യമായ രാഷ്ട്രീയ നിലപാട് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ തുറന്നു കാണിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വട്ടിയൂർക്കാവിനപ്പുറത്തേക്ക് മറ്റ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കച്ചവടം നടന്നിട്ടുണ്ട് എന്ന് കോടിയേരി പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് തുടർഭരണം എന്ന മുദ്രാവാക്യവുമായാണ് ഇത്തവണ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയത്. നിങ്ങളുടെ മുൻപിൽ ഒരാശങ്കയുടെ സാന്നിധ്യം രൂപപ്പെടുന്നുണ്ടോ?
ഏത് രീതിയിലാണ് ഈ വിഷയത്തെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്? അതോ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മനു, ഒരു ആശങ്കയുടെയും പ്രശ്നം നിലനിൽക്കുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല തികഞ്ഞ ആത്മവിശ്വാസമാണുള്ളത്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുമായി സംവദിച്ച കാര്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. കേരളത്തിലൊരു തുടർഭരണം ഉണ്ടാകണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ പ്രതിഫലനമാണ് കേരളത്തിൽ കാണാൻ കഴിഞ്ഞത്. ഇതെല്ലാം ജനങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൂടിയാണ്. ഇവിടെ വട്ടിയൂർക്കാവിലെ കാര്യം പറയുന്നു, മഞ്ചേശ്വരത്തെ കാര്യം പറയുന്നു, എല്ലായിടത്തും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ ഇത്. പലയിടത്തും ബൂത്തുകളിലിരിക്കാൻ പോലും BJPയുടെ ഏജൻറ്റുമാരില്ലായിരുന്നു. എനിക്ക് പോലും അത് നേരിട്ട് അനുഭവമുള്ളതാണ്. ഞാൻ വോട്ട് ചെയ്ത പ്രവർത്തിച്ച 5 ബൂത്തുകളടങ്ങുന്ന ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിൽ ഒരിടത്ത് BJPയുടെ നേരത്തെ അവർക്കൊരു വാർഡുണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ പിന്നീട് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പിടിച്ചെടുത്തു. അവിടെ പോലും അവർക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് പോലും ഒരു ബൂത്ത് ഏജൻറ്റിനെ പോലും ഇരുത്താൻ വേണ്ടി BJP തയ്യാറായിട്ടില്ല. പരസ്യമായി തന്നെ പല സ്ഥലത്തും കോൺഗ്രസിനും UDFനും വോട്ട് ചെയ്യാൻ വേണ്ടി ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതെല്ലാം വസ്തുതയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം, അതൊക്കെ പരാജയപ്പെടും എന്നതിൻ്റെ പ്രതിഫലനം ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വാക്കുകൾ നമുക്കറിയാം. ഇവരാദ്യമേ ശ്രമിച്ചത് എന്താണ്? നിയമം ഉയർത്തി കാണിച്ച് എന്തോ ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. നേമത്ത് നമുക്കറിയാം, നേമത്ത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു ഡിവിഷനിൽ പോലും കോൺഗ്രസ് ജയിക്കാത്ത സ്ഥലമാണ്, ഒരു വാർഡിൽ പോലും കോൺഗ്രസ് ജയിക്കാത്ത സ്ഥലം. അവിടെ ഒരു പ്രധാനിയെ കൊണ്ടുവരുന്നു എന്ന് പ്രചരിപ്പിച്ച് തങ്ങൾ നടത്തുന്ന ഈ വോട്ട് കച്ചവടത്തിന് മറയിടാം എന്നാണ് കരുതിയത്. ഇപ്പോൾ വോട്ട് മാത്രമല്ല, അവർ വോട്ടിൻ്റെ കൂടെ ആക്രിക്കടയിൽ കൊണ്ടുപോയി പോസ്റ്റർ ഉൾപ്പെടെ കച്ചവടം നടത്തുന്ന കാര്യം പുറത്തു വന്നപ്പോഴാണ് കോൺഗ്രസ്സിന് അത് അന്വേഷിക്കേണ്ട സാഹചര്യം വന്നത്. ഇവിടെ ആക്രിക്കടയിൽ പോസ്റ്ററും വോട്ട് മറച്ചു വിൽക്കലും പിന്നെ അവസാനം MLAമാരെ റിസോർട്ടിലാക്കലും എല്ലാം ഈ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണ്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുകയാണ്. പക്ഷേ ഒരു കാര്യം, ഇതുകൊണ്ടൊന്നും കേരളത്തിൽ ജനവിധിയെ അട്ടിമറിക്കാൻ വേണ്ടി കഴിയില്ല, ജനങ്ങളുടെ വികാരത്തെ അട്ടിമറിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം രാഷ്ട്രീയത്തിൽ ഒന്നും ചേർത്താൽ 2 എന്നതല്ല. രാഷ്ട്രീയത്തിൽ ഒന്നും ചേരുന്ന സമയത്ത് മറ്റൊന്ന് സംഭവിക്കും, മറ്റൊരു താല്പര്യമുയർന്നു വരും. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച താല്പര്യത്തിന് വിരുദ്ധമായി വർഗീയ ശക്തികൾ ഒരുമിച്ച് ചേരുമ്പോൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനുള്ള പുതിയൊരു വികാരം ഉയർന്നു വരികയും കേരളത്തിൻ്റെ പൊതുവായ വികസനം എന്ന ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ച കാഴ്ചപ്പാടിനെ കൂടുതൽ അറക്കിട്ടുറപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ രംഗത്ത് വരികയും ചെയ്യും. അവരുടെ ജനാഭിലാഷം ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക ജനാഭിലാഷമാണ്. ആ ജനാഭിലാഷം ഇവരുടെ കോൺഗ്രസിൻ്റെയും BJPയുടെയും എല്ലാം ഈ വോട്ട് കച്ചവടവും പരസ്പര ധാരണയും എല്ലാം മറികടന്നുകൊണ്ട് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ശരി, എന്നാക്കളിലേക്ക് വരാം. ശ്രീ ലാൽകുമാർ, അതായത് ഇന്ന് KPCC അധ്യക്ഷന്റെ പ്രതികരണം ഇങ്ങനെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വിഷയം പരിശോധിക്കാൻ അവിടെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ജോൺസൺ എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന്. സത്യത്തിൽ എനിക്കത് കേൾക്കുമ്പോൾ വളരെ കൗതുകകരമായി തോന്നി. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു, സുരേന്ദ്രൻ പിള്ളയുടേതാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ വർഷം നേമത്തും, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേമത്തും ഇതുപോലൊരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റി കുറേ റിപ്പോർട്ടുകൾ എന്തൊക്കെയോ സമർപ്പിച്ചിരുന്നു. അതൊക്കെ എവിടെ പോയി, അതിനുള്ള ഏതെങ്കിലും തരത്തിൽ നടപടി വന്നോ എന്നറിയാൻ പാടില്ല. അതുമാത്രമല്ല, മറ്റു പല കമ്മിറ്റികളും KPCCയുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുള്ളതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരും എന്ന് താങ്കൾ കരുതുന്നുണ്ട്? അതൊന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ശ്രദ്ധയൊക്കെ നേമത്തേക്ക് എല്ലാവരും കൊടുത്തപ്പോൾ, മുരളീധരനൊക്കെ വന്ന് വലിയ ഓളങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ മറവിൽ വട്ടിയൂർക്കാവിൽ മറ്റു ചിലത് സംഭവിച്ചുവെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ആദ്യത്തെ ചോദ്യം, ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും നടക്കുമോ എന്നുള്ളതാണ്. ഒന്നും നടക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താങ്കൾ ചോദിക്കുന്നത്. എന്നോട് എന്റെ ഉത്തരത്തിന് മുമ്പ് തന്നെ എന്നെ കേൾക്കുന്ന ജനങ്ങൾക്കറിയാം പ്രത്യേകിച്ച് ഒന്നും നടക്കില്ല. അപ്പൊ അതിന് വലിയ പ്രസക്തി ഒന്നുമില്ല. 2, നിങ്ങൾ ചോദിച്ചൊരു വിഷയം നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നേമത്ത് ഞാൻ ആദ്യം കരുതിയിരുന്നത് എന്റെ സ്നേഹിതനായ GV ഹരി അവിടെ മത്സരിക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. കാര്യം അദ്ദേഹം അവിടെ കുറെ നാളുകളായി റൂട്ടിൽ പണിയെടുത്തിട്ടുള്ള ഒരാളാണ്. കാര്യം അവിടെ തിരിച്ചു പിടിക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. അല്ല, അദ്ദേഹം ഈ പാനലിൽ ഉള്ളതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് മാത്രം. പിന്നീട് അതുപോലെ തന്നെ ഒരു ശക്തനായ ഒരാൾ തന്നെയാണ് മുരളീധരൻ. മുരളീധരനെ കൊണ്ടുവരികയും ഒരു വലിയ രാഷ്ട്രീയ ഫൈറ്റ് നടത്താനുള്ള ഒരു തീരുമാനം, സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ഒരു വലിയ ഫൈറ്റ് നടത്താൻ തീരുമാനിച്ചു കോൺഗ്രസ്.
എന്നുള്ളതൊരു സത്യമാണ് നിയമത്തിന്റെ കാര്യത്തിൽ. അത് നമ്മൾ അക്നോളജ് ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്. പക്ഷെ കുഴപ്പം അത് കേരളത്തിൽ ബാക്കിയുള്ള മണ്ഡലങ്ങളിലേക്ക് വ്യാപിപ്പിച്ച അല്ലെങ്കിൽ വ്യാപിച്ചിരുന്ന ഒരു കോൺസെപ്ച്വൽ ചേഞ്ച് ആയിരുന്നോ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ചേഞ്ച് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടത്. കാരണം നിങ്ങൾ നോക്കൂ, വട്ടിയൂർക്കാവ് എടുക്കുക. വട്ടിയൂർക്കാവ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിയമത്തെ ആരെയാണോ വീക്ക് കാൻഡിഡേറ്റ് ആയിട്ടിട്ട് അതുപോലൊരു വീക്ക് കാൻഡിഡേറ്റിനെയാണ് വട്ടിയൂർക്കാവ് വിട്ടിരുന്നത്. അപ്പൊ അതൊരു ലേഡി ആയതുകൊണ്ട് നമ്മൾ സ്ത്രീപക്ഷ നിലപാട് പറയണമെന്നുള്ളത് കൊണ്ട് അവർ ഗംഭീരമാണെന്ന് പറയാൻ ഞാൻ തയ്യാറില്ല. എന്നെ അതുകൊണ്ട് സ്ത്രീവിരുദ്ധനാക്കുന്നേ ആക്കിയോളൂ. അവിടെ സ്ത്രീകളെ തന്നെ ആണെങ്കിൽ തന്നെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള വേറെ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. കാര്യം എന്തുകൊണ്ട് ഞാൻ അവരെ അവിടെ ആ പ്ലേസിൽ അവർ പോരാന്ന് പറയാൻ കാരണം അവർ ആ കോർപ്പറേഷൻ ഇലക്ഷനിൽ തോറ്റിരുന്ന ഒരാളാണ്. കോർപ്പറേഷൻ ഇലക്ഷൻ തോറ്റിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരെ കാലുവാരും എന്നുള്ളൊരു അഭിപ്രായം ഞാൻ നേരത്തെ തന്നെ ന്യൂസ് ആൻഡ് വ്യൂസിലും വേറൊരു ചർച്ചയിലും ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് തന്നെയാണ് ഇവിടെ അവസാനം സംഭവിച്ചത്. നിങ്ങൾ പറയുന്ന പോലെ KPCC അന്വേഷണം പ്രഖ്യാപിക്കുന്നു, കമ്മീഷനെ പ്രഖ്യാപിക്കുന്നു, ലോകത്തില്ലാത്തത് എല്ലാം കൊണ്ടിരുന്നു. എന്തിനാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള അടിച്ചു വെച്ചിരുന്ന പോസ്റ്റർ ഏതോ കടയിൽ നിന്ന് കിലോയ്ക്ക് 100 എന്ന് പറഞ്ഞ് മേടിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യത്തേക്ക് എത്തിയത് എന്താ? ആ സാഹചര്യത്തിലേക്ക് എത്തിയതിന് കാരണം അവിടെ കൃത്യമായി പ്രവർത്തനം നടന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെ അവിടെ പ്രവർത്തനം നടന്നിട്ടില്ല എങ്കിൽ ആ വോട്ട് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? കോൺഗ്രസിന്റെ വോട്ട് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ഇതൊരു വളരെ കൗതുകരമായി നോക്കിയിരിക്കേണ്ട കാര്യമാണ്. നിയമ മോഡൽ വട്ടിയൂർക്കാവ് റിപ്പീറ്റ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞതിന്റെ വീഡിയോ നിങ്ങളുടെ തന്നെ കാണും. അത് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് കഴക്കൂട്ടത്തും സംഭവിച്ചത്. കഴക്കൂട്ടത്ത് ഞാൻ അടിയുറച്ച് പറയുന്ന ഒരു കാര്യം, അതൊരു വളരെ സ്ട്രോങ് പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്ന സ്ഥലമാണ്. ആ പൊളിറ്റിക്കൽ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ അടുത്ത് നിൽക്കുന്നു, BJPയുടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയത്തോട് എനിക്ക് എതിർപ്പുണ്ടെങ്കിലും അവരൊരു ഫൈറ്റർ ആണെന്നുള്ള കാര്യത്തിൽ നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നത് തെറ്റാണ്. അങ്ങനെ എക്സ്ട്രീം പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന ഒരു പ്ലേസിൽ അവർ ശബരിമല പറയുന്നു, അതിന് മറുപടി പറയുന്നു, ഇങ്ങനെയൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അവിടെ ആ മണ്ഡലത്തിലെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത ഒരാളെ പിന്നെ ഇവര് പ്രൊഫഷണൽ കോൺഗ്രസ് ആണ്, അമേരിക്കയിൽ നിന്ന് വന്ന ആളാന്നൊക്കെ പറഞ്ഞ ഒരാളെ കൊണ്ടിട്ടു എന്നുള്ളതല്ലാതെ അവിടുത്തെ റൂട്ട്, ആ മണ്ഡലത്തിന്റെ ജോഗ്രഫി അറിയാൻ വയ്യാത്ത ഒരാളെ, എവിടെയാണ് ആൾക്കാരെന്ന് മനസ്സിലാക്കാൻ വയ്യാത്ത ഒരാളെ അവിടെ കൊണ്ടിട്ടു എന്നുള്ള വിമർശനം എനിക്കുണ്ട്. അതൊരു വിമർശനമായിട്ട് തന്നെ ഇരുന്നോട്ടെ. ഇത് തന്നെയല്ലേ മലമ്പുഴയിൽ സംഭവിച്ചത്. മലമ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാരതീയ നാഷണൽ ജനതാദൾ, ഈ ഭാരതീയവും ജനതാദളും നാഷണലിലും കൂടെ എന്തിനാണെന്ന് എനിക്ക് ആദ്യം തന്നെ മനസ്സിലായിട്ടില്ല. ഒന്നത്, അങ്ങനെ ഒരാൾക്ക് ഒരു സീറ്റ് കൊടുക്കുന്നു. അങ്ങനെ ഒരു സീറ്റ് കൊടുക്കുന്നതിൽ എനിക്ക് തെറ്റൊന്നുമില്ല. അത് പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചിരിക്കും. പക്ഷേ ആ പാർട്ടി ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാനാണോ? സംഘപരിവാർ രാഷ്ട്രീയത്തിന് പ്രസൻസ് ഉള്ള സ്ഥലമാണ് മലമ്പുഴ. അത് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. അവർ രണ്ടാമത് വന്ന സ്ഥലമാണ്. അവരെ ഫൈറ്റ് ചെയ്യാൻ എന്താ ചെയ്യുക? അവർ വോട്ട് പരമാവധി അവർ പിടിക്കുക. കോൺഗ്രസ് അത് പിടിക്കത്തക്ക രീതിയിലാണോ നടന്നത്? അത് നടക്കത്തില്ല എന്നും നിയമം മോഡൽ റിപ്പീറ്റ് ചെയ്യുമെന്നും പറഞ്ഞ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ റോഡിലിറങ്ങി ജാഥ നടത്തിയതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്കും കൂട്ടർക്കും അവിടുത്തെ ആളെ മാറ്റേണ്ട വന്നത് ആണല്ലോ. പിന്നെ ഈ പറയുന്ന ആറന്മുളയിലേക്ക് വരിക. ആറന്മുളയിലേക്ക് വന്നു കഴിഞ്ഞാൽ MT രമേശ് മത്സരിച്ചൊരു സ്ഥലമാണ്. MT രമേശിനെ പോലൊരു സ്ഥാനാർത്ഥിയെ വേണം കിട്ടണമെന്നില്ല. MT രമേശ് ഇച്ചിരൂടെ വൈഡ്ലി അക്സെപ്റ്റഡ് ആണ് BJPയുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം പിടിച്ച 35,000 വോട്ടാണ്. അദ്ദേഹം പിടിച്ചതിന്റെ പകുതിയെങ്കിലും പിടിക്കുവോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് ആറന്മുളയിൽ BJP സ്ഥാനാർത്ഥി. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ തലശ്ശേരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തലശ്ശേരിയിൽ BJP സ്ഥാനാർത്ഥിയെ ഇല്ലായിരുന്നു, ഗുരുവായൂർ സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു. ഇവർ രണ്ടും മനസാക്ഷി വോട്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പം ഞാൻ ആലോചിക്കുന്നത്, ഇപ്പൊ എന്തൊക്കെ കളിച്ചാലും ജനങ്ങൾക്കൊരു വികാരമുണ്ട്. ആ വികാരത്തിനനുസരിച്ച് അവർ വോട്ട് ചെയ്തുള്ളൂ. BJPക്ക് ഒരു പർട്ടിക്കുലർ പെർസെന്റേജിൽ താഴെ പോയി കഴിഞ്ഞാൽ BJP പിന്നെന്തിനാ ഈ പ്രസ്ഥാനം തുറന്നു വെച്ചുകൊണ്ട് വിട്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം അടുത്ത് വരും. അപ്പൊ അവരുടെ എക്സിസ്റ്റൻസിന്റെ ഭാഗമാണ്. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞ് വോട്ടിന്റെ എണ്ണം പറഞ്ഞു കഴിഞ്ഞ് മാത്രമേ വോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് ഇങ്ങനെ കരുതാം, ഇങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ടെന്നുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ട് എന്നുള്ള വിമർശനം എനിക്ക് കൃത്യമായിട്ട് ശ്രീ GV ഹരി മറുപടി പറയും. അദ്ദേഹം പറയേണ്ടതുണ്ട്. ശ്രീ GV ഹരി, ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന മണ്ഡലങ്ങളൊക്കെ താങ്കൾ എടുത്തു നോക്കൂ. വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങൾ. ഈ ആരും ദുർബലരാണെന്നോ മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അത്തരത്തിലൊരു ആരോപണം പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു കേട്ടിരുന്നു. ഡോക്ടർ SS ലാലിനെതിരെയും. അദ്ദേഹം പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി രാഷ്ട്രീയത്തിനപ്പുറത്തോട്ട് മറ്റ് മേഖലകളിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. വീണ വരുന്നു വട്ടിയൂർക്കാവിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ അവരല്പം ദുർബലയാണ് എന്ന രീതിയിൽ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ പ്രതികരണം കേൾക്കുകയുണ്ടായി. ഈ നിയമത്തേക്ക് നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വരുന്നത് കണ്ടു. ഈ പറയുന്ന ഒരുപാട് നേതാക്കൾ അവിടെ പ്രചരണത്തിലെത്തുന്നത് ഞാൻ കണ്ടിരുന്നു, നമ്മളെല്ലാവരും കണ്ടിരുന്നു. പക്ഷേ ഈ ശ്രദ്ധയൊന്നും വട്ടിയൂർക്കാവിൽ കൊടുക്കുന്നത് കണ്ടില്ല. ഈ മലമ്പുഴയിൽ നിങ്ങൾ സീറ്റ് കൊടുത്ത പാർട്ടി, ആ പാർട്ടിയുടെ പേര് സത്യത്തിൽ എനിക്കറിഞ്ഞുകൂടാ ഇപ്പോഴും.
പിന്നീട് അവിടുത്തെ നേതാക്കൾ തെരുവിലിറങ്ങി പ്രകടനം നടത്തിയതിനു ശേഷം സീറ്റ് മാറി നിങ്ങൾക്ക് തന്നെ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. കെ ബാബു പറഞ്ഞ കാര്യങ്ങൾ തൃപ്പൂണിത്തുറയിൽ, അവിടെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് അതിനെതിരെ രംഗത്ത് വന്ന കാര്യങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ സംശയങ്ങൾ ഇനിയും ബാക്കി നിൽക്കുകയാണ്. നിങ്ങൾ ഇനി എങ്ങനെയാണ് ന്യായീകരിക്കുക? അത് ഞങ്ങളുടെ കാര്യത്തിൽ മാത്രമേ ഈ സംശയം അല്ല, ഞാനിപ്പോൾ ഈ വിഷയത്തിന്റെ കാര്യത്തിൽ പറഞ്ഞതോളൂ, താങ്കൾക്ക് ചോദിക്കാം അവരോട്. അതിലേക്ക് വരിക. അതായത് ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ലാല് ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണെങ്കിലും അദ്ദേഹത്തിന് ഒരു ഇടതുപക്ഷ ചായ്വാണ് ഉണ്ടതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനകത്ത് ഇപ്പോൾ ലാലിനെ പോലെ ഒരാൾ, വീണയെ പോലെ ഒരാളെ ഒരു ദുർബലയായിട്ട് ആ സ്ഥാനാർത്ഥിയാണെന്ന് എങ്ങനെയാണ് പറയുക? ഇവിടെ ആദ്യം ഞാൻ ചോദിക്കട്ടെ, ഇത് ലാല് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അത് അവിടുത്തെ CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നേരത്തെ അവിടുത്തെ MLA ആയിട്ടുള്ള അടക്കമുള്ള ആളുകൾ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ട്, ഇപ്പോൾ ഞാൻ പറയാം, എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജില്ലാ പ്രസിഡൻ്റായിരുന്ന സമയത്താണ് ശ്രീ VS ശിവകുമാർ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി MP സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായിട്ട് മത്സരിക്കുന്നത്. അദ്ദേഹം വന്നപ്പോഴും അന്ന് ഞങ്ങളൊക്കെ KSUവിലാണ്. അദ്ദേഹത്തെ വന്നപ്പോൾ ജില്ലാ പ്രസിഡന്റ് ഒരു MP സ്ഥാനത്തേക്ക് മത്സരിക്കുന്നൊരു വീക്ക് കാൻഡിഡേറ്റ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ശ്രീ VS ശിവകുമാർ ജയിച്ചു. അതോടൊപ്പം ശ്രീ K മുരളീധരൻ, ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഏറ്റവും ശക്തനെന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീ K മുരളീധരൻ കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തൊക്കെയായിരുന്നു CPM-ൻ്റെ ആളുകളടക്കമുള്ള ആളുകളിൽ നിന്ന് ഉന്നയിച്ച വിമർശനങ്ങൾ? ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരാളായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. അപ്പോൾ വീണ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് കാണുന്നത്. വീണ തിരുവനന്തപുരത്ത് ഇവിടെ നടന്നിട്ടുള്ള PSC സമരവുമായി ബന്ധപ്പെട്ട സമരങ്ങൾ, അതോടൊപ്പം മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അവർ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ സജീഷ് അടക്കമുള്ള ആളുകൾ ഇരിക്കുന്നു ഇവിടെ തിരുവനന്തപുരത്ത്. വേറെ ആളില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ 21 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഇവിടെ നിങ്ങൾ മേയറാക്കിയിട്ടുള്ളത്? അല്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ആ പൊളിറ്റിക്കൽ ഡിസിഷനിൽ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. ആദ്യമായി കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെല്ലാം ഇപ്പം ആദ്യം 10-50 വർഷമായിട്ട് നിങ്ങൾ ഒരു വശത്ത് ചെറുപ്പക്കാർ വേണമെന്ന് പറയുന്നു. ഇപ്പോൾ ഇതേ ലാല് തന്നെ പറയും ഞങ്ങൾ ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തില്ലെന്ന് പറയും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ലാലാണെങ്കിൽ ഇനി ഡോക്ടർ SS ലാൽ ഇവിടെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ KSUവിൻ്റെ ചെയർമാനായിട്ട് ജയിച്ച് വന്നിട്ടുള്ള ആളാണ് ശ്രീ SS ലാൽ. അദ്ദേഹം പിന്നെ ജോലി നേടി അദ്ദേഹം വിദേശത്ത് പോയെങ്കിൽ പോലും അദ്ദേഹത്തിന് പാർട്ടിയുമായിട്ടുള്ള അഫിലിയേഷനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം നമുക്കറിയാം ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഒരു ഡോക്ടറാണ്. തിരിച്ചു വന്നു, അദ്ദേഹത്തിന് പാർട്ടിയായിട്ട് ബന്ധമുണ്ട്, വന്നു അദ്ദേഹം ഇവിടെ സംസ്ഥാന തലത്തിൽ തന്നെ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി. സ്വാഭാവികമായിട്ടും സംസ്ഥാന നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് സീറ്റ് കിട്ടും. അങ്ങനെ ഏറ്റവും മികച്ച ഒരാളെയാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, മാറി വരുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഡോക്ടർ ലാൽകുമാറൊക്കെ കുറച്ചുകൂടെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരാളാണ്. വ്യക്തിപരമായിട്ട് അറിയാം. ഡോക്ടർ SS ലാലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ലെവലിൽ മാത്രമല്ല നമ്മളവിടെ കാണേണ്ടത്. ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള ഒരാളെ നമുക്കൊരു മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിക്കാൻ കഴിയുക. അതിനകത്ത് നമുക്ക് രാഷ്ട്രീയം മാത്രമല്ലല്ലോ ഉള്ളത്. അങ്ങനെ ലാൽ വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ആ സ്ഥാനാർത്ഥികളുടെ പൊളിറ്റിക്സ് മാത്രമോ ഫൈറ്റർ എന്നല്ല മാത്രമല്ല, അവരുടെ ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു സമൂഹമാണ് ഇനി വരാൻ പോകുന്നത്. ആ സമൂഹത്തിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ SS ലാൽ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇനി മലമ്പുഴയിലേക്ക് വരാം. മലമ്പുഴയിൽ ഞാൻ ചോദിക്കട്ടെ ലാലെ, അങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഈ BJP-യെ തോൽപ്പിക്കാനാണ് താല്പര്യമെങ്കിൽ ആരുടെ സിറ്റിംഗ് സീറ്റാണ് ഈ മലമ്പുഴ എന്ന് പറയുന്നത്? CPM-ൻ്റെ കയ്യിരിക്കുന്ന സീറ്റാ. അവരവിടെ ആരെ മത്സരിപ്പിച്ച? പ്രഭാകരൻ എന്ന് പറയുന്ന ഒരാളെയാണ്. അവിടെ ഏറ്റവും മികച്ച അറിയപ്പെടുന്ന ഒരാളെ അങ്ങനെയാണെങ്കിൽ അവരവിടെ മത്സരിപ്പിക്കണ്ടേ? അതല്ലല്ലോ ചെയ്തത്. അപ്പം ഞങ്ങൾ ചെയ്തത് മാത്രം കുറ്റമായിട്ട് ലാൽ പറയുമ്പോൾ, ലാൽ മറുവശത്ത് മലമ്പുഴയിൽ അച്യുതാനന്ദനെ പോലെ കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്നൊരു വ്യക്തിത്വം മത്സരിച്ചിരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയത് പ്രഭാകരൻ എന്ന് പറയുന്ന ആർക്കും അറിയാത്ത ആളാണ്. എനിക്കറിയില്ല, ചിലപ്പോൾ CPM-ൻ്റെ നേതാക്കന്മാർക്കൊക്കെ അറിയാം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അനന്തകൃഷ്ണൻ തന്നെ അങ്ങനെയാണെങ്കിൽ അനന്തകൃഷ്ണനെ എല്ലാ പാർട്ടിക്കാർക്കും നന്നായിട്ട് അനന്തകൃഷ്ണൻ നിങ്ങൾ ആദ്യം ആ സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ വിഷയം ഞാൻ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സമരം നടത്തിയ CPM കേഡർ പാർട്ടിയായിട്ടുള്ള CPM-ന്റെ അണികൾ ഇവിടെ കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിൽ, കുറ്റ്യാടി അടക്കമുള്ള സ്ഥലങ്ങളിൽ സമരം നടത്തിയില്ലേ? അത് മനു മറന്നുപോയോ? മനു 2 പക്ഷവും പറയരുത്, 2 പക്ഷവും പറയണം. ഞാൻ പറയുന്നത്, ഇത് പറയുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ മാറ്റി ചിന്തിച്ചത്? CPM ഒരു കേഡർ പാർട്ടി പ്രഖ്യാപിച്ചിട്ട് നിങ്ങളത് മാറ്റിയില്ലേ? അപ്പൊ പിന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ ആക്ഷേപമായിട്ട് നിങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനകത്തൊരു അർത്ഥവുമില്ല. അപ്പം ഞാൻ പറയുന്നത്, അവിടെ ഇപ്പോൾ അനന്തകൃഷ്ണനാണെങ്കിലും പ്രഭാകരനാണെങ്കിലും അവിടവുമായി ബന്ധപ്പെട്ട് റൂട്ടുകളിൽ, ഇപ്പോൾ നേരത്തെ എൻ്റെ കാര്യം നേമത്ത് കഴിഞ്ഞ 10-15 വർഷക്കാലമായി റൂട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ കാര്യം ലാല് പറഞ്ഞതുപോലെ അവിടെ റൂട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. പിന്നെ എല്ലായിടത്തും നമ്മളിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത് ഏത് പാർട്ടിയാണ്?
CPM അല്ലേ? അവിടെ സിനിമാക്കാരെ മത്സരിപ്പിച്ചു, സാഹിത്യകാരന്മാരെ മത്സരിപ്പിച്ചു, കവികളെ മത്സരിപ്പിച്ചു, ഡോക്ടർമാരെ മത്സരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എന്താണ് സ്വതന്ത്രരെ നിർത്തി വിജയിപ്പിക്കുന്ന ചിഹ്നം പോലും ഇല്ലാതെ, പാർട്ടി ചിഹ്നം പോലും കൊടുക്കാതെ വിജയിപ്പിച്ചെടുക്കുന്ന പാർട്ടിയുടെ ആളുകൾ തന്നെ അങ്ങനെ ഒരു വിമർശനം പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് SS ആളാണെങ്കിലും വീണയാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ആളുകളാണ്. അതിനകത്ത് ഏതെങ്കിലും ആളുകൾക്ക് ചില അഭിപ്രായ വ്യത്യാസം, അത് എല്ലാ പാർട്ടിയിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നേ. അത് നമ്മുടെ പാർട്ടിയിൽ, ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമല്ല, ഇപ്പോൾ BJP-യിലാണെങ്കിൽ ഇപ്പോൾ BJP-യിൽ സീറ്റ് കിട്ടാത്ത ഒരാളാണ് നമുക്കറിയാം ബാലശങ്കർ. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്നാണ്. CPM-ഉം അതോടൊപ്പം തന്നെ BJP-യും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതൊന്നും ഞാൻ മുഖവിലേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സീറ്റ് കിട്ടാതെ വരുമ്പോൾ പല ആളുകളും പല അഭിപ്രായങ്ങൾ പറയും. ചില ആളുകൾ പ്രവർത്തിക്കില്ല, പക്ഷേ എന്നാലും ഞാൻ പറയുന്നു ചില സ്ഥലങ്ങളിൽ, അതാണ് ഇവിടെ KPCC അധ്യക്ഷൻ പറഞ്ഞത്. ഇവിടെ മനു പറഞ്ഞൊരു കാര്യം തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വട്ടിയൂർക്കാവിൽ വോട്ട് കച്ചവടം നടത്തി എന്ന് ഇന്ന് വൈകുന്നേരം മുതൽ CPM-ന്റെ ആളുകൾ പറയുന്നത്, അങ്ങനെ ഒരു വാക്കേ അദ്ദേഹം പറഞ്ഞില്ല കേട്ടോ. അദ്ദേഹം പറഞ്ഞത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനക്ഷമതയില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, പ്രവർത്തിക്കാത്ത ആരെങ്കിലും ഉണ്ടോ, അത് പാർട്ടി പരിശോധിക്കുമെന്ന് പറഞ്ഞാൽ. അദ്ദേഹം അവിടെ വോട്ട് കച്ചവടം നടത്തിയെന്നും BJP-കാരായിട്ടുള്ള ആളുകൾ CPM-നെ സഹായിച്ചില്ല, കോൺഗ്രസിന്റെ വോട്ട് മുഴുവൻ BJP-ക്ക് പോയെന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞത് എവിടെയാണ്? അതാണ് നേരത്തെ നാരായണ നമ്പൂരി സാറ് പറഞ്ഞത്. നമ്മുടെ ഈ പറഞ്ഞതുപോലെ മഞ്ചേശ്വരത്ത് CPM-ന്റെ ആളുകൾ BJP-യെ സഹായിച്ചിട്ടുണ്ട് എന്നൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാ അദ്ദേഹത്തിന് അറിയുള്ളൂ, എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അല്പം അടിസ്ഥാനം ഉണ്ടാവും, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഒരു കാര്യം പറയുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനു ഇവിടെ പറയാനുള്ളത്, ലാല് പറഞ്ഞ ചില കാര്യങ്ങളിൽ ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അത് ഓരോ പ്രദേശത്തെയും പ്രാദേശികമായിട്ടുള്ള നേതൃത്വം ശക്തരായി പ്രവർത്തിക്കുന്ന എത്രയോ കാലമായി അവരെ ചിലപ്പോൾ എല്ലാവരും അറിഞ്ഞണമെന്നില്ല. ഇപ്പോൾ ഞാൻ പ്രഭാകരൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ GV എനിക്ക് അറിയാത്തതുകൊണ്ട് പ്രഭാകരനെ നാട്ടുകാർക്ക് അറിയാത്തതൊന്നുമില്ല. അദ്ദേഹം ഒരുപക്ഷെ ഏറ്റവും നന്നായി ആ ലോക്കൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞൊരു 10-20 വർഷത്തിനിടയിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് മത്സരിക്കാനായിട്ട് നിർത്തിയത്. അതുകൊണ്ട് തന്നെ നേരത്തെ SK സജീഷ് പറഞ്ഞ ആ തുടർ ഭരണം എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കും. സജീഷെ, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മെയ് 2 എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിജയിക്കാനും സന്തോഷിക്കാനും ഇതേപോലെ നമ്മൾ ചർച്ചയിൽ ഇനിയും വരും. ആ ചർച്ചയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാം. ഇനി നേരത്തെ നമ്പൂരി സാറ് പറഞ്ഞൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്, അതായത് നമ്മൾ പറഞ്ഞതുപോലെ ലാലു അത് പറഞ്ഞു, ഇത് വോട്ടപ്പ പെട്ടിയിലാണ്. ജനങ്ങളുടെ അവർ ചെയ്തതിനെക്കുറിച്ചൊന്നും പറയാൻ നമ്മൾ ആരും ആളല്ല. എന്നാലും നമ്മൾ ചില നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പം ലാല് പറഞ്ഞ ഈ നിഗമനം അതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ചില സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള ആശയങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമല്ല എല്ലാ പാർട്ടിക്കകത്തും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. അത് നമുക്ക് ലക്ഷ്യം കഴിഞ്ഞാൽ പറയാൻ പറ്റും. ശരി, ആയിക്കോട്ടെ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ നാരായണ നമ്പൂതിരി, എനിക്ക് താങ്കളിലേക്ക് വരാം. അതിനു മുൻപ് എനിക്ക് സജീഷിനോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അതായത് സജീഷ്, ഈ പറയുന്നത് പോലെ ഈ തുടർഭരണം എന്നത് നിങ്ങളുടെ ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്നാണ് GV ഹരി പറഞ്ഞു വെക്കുന്നത്. അതിനോടൊപ്പം ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട്. ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് ഈ പഴയ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടി വന്നത്. വട്ടിയൂർക്കാവുമായി ബന്ധപ്പെട്ട് വന്നത് അദ്ദേഹം മഞ്ചേശ്വരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവിടെ LDF UDF-ന് വോട്ട് ചെയ്യണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിലൊരു പൊളിറ്റിക്കൽ ക്ലാരിറ്റി താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി വരെ പിന്നീട് അത് തിരുത്തി പറയുന്ന സാഹചര്യമുണ്ട്. അതായത് അവിടെ LDF-ന്റെ വോട്ടൊന്നും കിട്ടിയിട്ട് വേണ്ട UDF-ന് ജയിക്കാനെന്ന് ഉമ്മൻചാണ്ടി വരെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം അദ്ദേഹം പറയുന്നു ഇവിടെ എന്തൊക്കെയോ മോശമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. വോട്ട് കച്ചവടമൊന്നും ഞാനും പറയുന്നില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരും, അതിനൊരു കമ്മിറ്റിയെ നിയോഗിക്കാൻ പോവുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലൊരു മുൻകൂർ ജാമ്യം എടുക്കലായിട്ടാണോ നിങ്ങളിതിനെ കാണുന്നത്? ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത്? ശ്രീ മനു, ഒരു കാര്യം, ഒന്ന്, ഇപ്പോൾ അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. കാരണം റിസൾട്ടിന് ശേഷം കേരളം വളരെ ഗൗരവമായി ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതുകൊണ്ട് താൻ ഉൾപ്പെടെയുള്ള നേതൃത്വം അറിഞ്ഞിട്ടല്ല ഇതെല്ലാം നടന്നത് എന്ന് അദ്ദേഹത്തിന് സ്ഥാപിക്കേണ്ടതുണ്ട്. കാരണം KPCC-യുടെ പ്രസിഡന്റാണല്ലോ. അതുകൊണ്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു മുൻകൂർ ജാമ്യമെടുക്കൽ പ്രവർത്തനമാണ് എന്ന് കാണണം. പക്ഷേ നേരത്തെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വിവിധ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് മഞ്ചേശ്വരത്തിൻ്റെ കാര്യത്തിലായാലും പറഞ്ഞു. അവിടെ ലീഗ് ഉൾപ്പെടെ ഇപ്പോൾ കോൺഗ്രസ് കാല് വാരിയിരിക്കുന്നു എന്ന അഭിപ്രായത്തിലാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ എവിടെയെല്ലാം BJP-യെ ജയിപ്പിക്കാൻ സഹായിക്കാം, പകരം എവിടെയെല്ലാം സഹായിക്കാം എന്ന് ഇവർ ധാരണയിലെത്തിയിരുന്നു. പക്ഷേ ആ ധാരണയൊന്നും ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഞാനതാണ് നേരത്തെ പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കി. ഒന്ന്, GV ഹരി പറഞ്ഞത് ഞങ്ങളുടെ സ്വപ്നമാണ് തുടർഭരണമെന്നാണ്. അല്ല, ഈ നാടിൻ്റെ സ്വപ്നമായിരുന്നു.
കേരളത്തിൻ്റെ സ്വപ്നമായിരുന്നു. കാരണം കേരളം ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ട്, കേരളം ആർജിച്ചതെല്ലാം നിലനിൽക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായം കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവെ ഉയർന്നു വന്നു. അതുകൊണ്ടാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ഉൾപ്പെടെ സർവേ നടത്തിയപ്പോൾ മുമ്പ് ഒരു ഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ ഇടതുപക്ഷം തുടർന്നും വരും എന്ന് വന്നത്. അവരൊക്കെ താല്പര്യപ്പെട്ടിട്ടല്ലല്ലോ അത് പറയുന്നത്, അങ്ങനെ പറയേണ്ട സാഹചര്യം വന്നു. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള അനുഭവം വെക്കുമ്പോൾ അതിനേക്കാൾ മികച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകും. ഇവർ എന്തെല്ലാമാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാട്ടിക്കൂട്ടിയെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. 3 നോമിനേഷൻ തള്ളിപ്പോവുകയാണ് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടേത്. അത് ഏതോ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലേക്ക് കൊടുത്ത നോമിനേഷൻ അല്ലല്ലോ, ഒരു നിയമസഭാ മണ്ഡലത്തിലേക്ക് കൊടുത്ത നോമിനേഷൻ BJPയുടെ തള്ളിപ്പോവുകയാണ്. തള്ളിപ്പോയിട്ട് മനസാക്ഷി വോട്ട് ചെയ്യാൻ വേണ്ടി പറയുമ്പോഴും ഇവരുടെ മനസാക്ഷി എവിടെയാണ് നിൽക്കുന്നത് എന്ന് എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുണ്ടല്ലോ. മനസാക്ഷി എവിടെയാണ് എന്ന് പ്രമുഖ നേതാവായിട്ടുള്ള ഇപ്പോൾ MP ആയി നിൽക്കുന്ന നമ്മുടെ സുരേഷ് ഗോപി തന്നെ പറയുകയുണ്ടായി. മനസാക്ഷി UDFന് വോട്ട് ചെയ്യാനാണ്, തോൽപ്പിക്കേണ്ടത് തലശ്ശേരിയിൽ ഷംസീറിനെയാണ്, ജയിപ്പിക്കേണ്ടത് ഗുരുവായൂർ KNA ഖാദറിനെയാണ്. KNA ഖാദറിനാണെങ്കിൽ പൗരത്വ നിയമം നടപ്പിലാക്കിയാൽ കൊള്ളാം, അതിനുവേണ്ട മുൻകരുതലെല്ലാം എടുക്കണമെന്ന് പരസ്യമായി പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇവർ മനസ്സുകൊണ്ട് മനസാക്ഷി വോട്ട് ചെയ്യണമെന്ന് ഒരു പാർട്ടി പറയുമ്പോൾ മനസ്സുകൊണ്ട് ഇവർ എവിടെയാണ് നിൽക്കുന്നതെന്ന് ജനങ്ങൾക്ക് ബോധ്യമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിയമത്തെ ഉയർത്തിക്കാട്ടി മറ്റെല്ലാത്തിനെയും മറച്ചു കളയാമെന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പുറത്ത് വട്ടിയൂർക്കാവ് എല്ലാവരും കാണുന്നുണ്ട്, കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഇവർ സ്വീകരിച്ച നിലപാടുകൾ ജനങ്ങൾ കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ ജനങ്ങളൊരു പൊതുവായ നിലപാട് എടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഒരു തുടർ ഭരണം ആഗ്രഹിക്കുന്നു. ഈ വർഗീയ കൂട്ടുകെട്ടിനെ കേരളത്തിൽ പരാജയപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ പരാജയപ്പെടുത്തിയ അനുഭവം കേരളത്തിനുണ്ട്. ഇവർക്ക് ഒരു സ്ഥാനാർത്ഥി മാത്രമായിരുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ജയിച്ചോ? അങ്ങനെയാണെങ്കിൽ വടകരയും ബേപ്പൂരും ജയിക്കണമായിരുന്നല്ലോ. BJPക്കും കോൺഗ്രസിനും എല്ലാം കൂടി ഒരു സ്ഥാനാർത്ഥി മാത്രമുണ്ടായിരുന്ന കാലത്ത് കണക്കുകൾ കൂട്ടിവെച്ച് നോക്കുകയാണെങ്കിൽ അന്ന് അവർ ജയിക്കണമായിരുന്നു. അന്നും ജയിച്ചിട്ടില്ല. അതായത് ഇവരുടെ ഈ പങ്കു കച്ചവടം മതനിരപേക്ഷ കേരളത്തിന് മനസ്സിലായാൽ മതനിരപേക്ഷ കേരളത്തിൻ്റെ ഒരു പ്രതികരണമുണ്ടാകും. ആ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല ഇവരുടെ കൂട്ടുകെട്ടെല്ലാം ചേർന്നാൽ പോലും ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആർജിച്ച ജനപിന്തുണയെ പരാജയപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. അതായത് UDFൻ്റെയും BJPയുടെയും വോട്ട് ഒരുമിച്ച് ചേർത്താൽ പോലും, ഞാനത് ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്, ഞങ്ങളുടെ അനുഭവത്തിൽ തന്നെയാണ് പറയുന്നത്. ഇനി BJPയും കോൺഗ്രസും ഒരുമിച്ച് ചേർത്തിട്ട് രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടിയാൽ പോലും കേരളത്തിൽ ഇടതുപക്ഷത്തിന് യാതൊരു പ്രയാസവും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. മാത്രമല്ല ജനങ്ങൾ ഇതെല്ലാം കണ്ടറിഞ്ഞ് ഇതിനെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കേരളത്തിന് ആവശ്യമായൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ സ്വപ്നം മാത്രമല്ല. ഇപ്പോൾ വലിയ നമ്മളിങ്ങനെ വലിയ വാചകത്തിൽ കാര്യങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. കാരണം 2-ാം തീയതി റിസൾട്ട് വരും. പക്ഷേ സ്വപ്നം കേരളത്തിലെ ജനങ്ങളുടേതായിരുന്നു. ആ ജനങ്ങളുടെ സ്വപ്നം ജനങ്ങൾ വിളിച്ചു പറഞ്ഞ ഉറപ്പാണ് ഇടതുപക്ഷം എന്ന മുദ്രാവാക്യം ഈ കേരളത്തിൽ ഉറപ്പായും വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശരി, ഞാൻ താങ്കളേക്ക് വരാം. ശ്രീ നാരായണൻ നമ്പൂതിരി, അതായത് നമ്മുടെ മുൻപിലേക്ക് ഈ വിഷയങ്ങളിൽ നിന്ന് സജീവ ചർച്ചയായി എത്തിച്ചത് PK കൃഷ്ണദാസിൻ്റെ പ്രതികരണം, ഒപ്പം തന്നെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പ്രതികരണം അടക്കമുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ മുൻപിലേക്ക് വരുമ്പോൾ പഴയ കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി പോകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അതായത് പ്രത്യേകിച്ചും ഈ 3 മണ്ഡലങ്ങളുടെ കാര്യം എടുക്കാം. നിങ്ങൾക്ക് നല്ല വോട്ട് ഷെയർ, നല്ല വോട്ട് ശതമാനം കിട്ടിയ മണ്ഡലങ്ങളാണ്. പ്രത്യേകിച്ച് കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ തലശ്ശേരി, ഗുരുവായൂർ, ഒപ്പം തന്നെ ദേവികുളത്ത് പോട്ടെ വിടാം, അവിടെ AIDMK ഒരു സ്ഥാനാർത്ഥിയുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നെന്ന് തോന്നുന്നു. തൽക്കാലം അത് മാറ്റിവെക്കാം. ഈ 2 മണ്ഡലങ്ങൾ നോക്കൂ. ഇവിടെയൊക്കെ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ പത്രികകൾ വേണ്ട രീതിയിൽ പൂരിപ്പിക്കാത്തത് കൊണ്ട് അത് തള്ളിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കണം? കാരണം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്രിക കൃത്യമായി പൂരിപ്പിക്കാൻ അറിയാത്തവരാണോ ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ? അതൊരു കാര്യം. മറ്റൊന്ന്, സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അവിടെ KNA ഖാദറിന് ഗുരുവായൂർ വോട്ട് ചെയ്യണമെന്ന് പറയുന്നു, കണ്ണൂരിൽ മനസാക്ഷി വോട്ട് എന്ന് പറയുന്നു, പിന്നീട് അത് COT നസീറിന് കൊടുക്കണമെന്ന് പറഞ്ഞ് സംസ്ഥാന നേതൃത്വം തിരുത്തുന്നതും കണ്ടതാണ്. പക്ഷേ അവിടെ പ്രാദേശികമായി പറഞ്ഞത് മനസാക്ഷി വോട്ടെന്ന ചിന്തയിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ എത്തിച്ചത്. ഇതൊക്കെ വരുമ്പോഴാണ് ഈ ആരോപണങ്ങൾ വീണ്ടും സജീവമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ശ്രീ നമ്പൂരി, ഞാൻ മനുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം തരുന്നതിന് മുമ്പ് സജീഷ് പറഞ്ഞ ചില കാര്യങ്ങൾ സ്പർശിക്കാതെ പോയാൽ അത് ശരിയാവില്ല. തീർച്ചയായും അങ്ങ് സ്പർശിക്കും. സജീഷ് പറഞ്ഞത് അത് മനുവിൻ്റെ ചോദ്യത്തിലും അത് തന്നെയുണ്ട്. ഒന്ന്, ഗുരുവായൂരും തലശ്ശേരിയിലും ഉണ്ടായ നോമിനേഷൻ തള്ളിപ്പോയ വിഷയമാണ്. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയാം, അതിന് മറുപടി പറയാം, എന്തുകൊണ്ടുണ്ടായി, എന്താണ് അവിടെ സംഭവിച്ചതെന്ന്.
പക്ഷേ സജീഷ് മറ്റു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. സജീഷ് ഈ കേരളത്തിൻ്റെ സ്വപ്നമാണ് ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ കേരളത്തിൻ്റെ സ്വപ്നം തല്ലിക്കെടുത്തിയ ഒരു മുന്നണി, ഒരു ഭരണ സംവിധാനവും ഒരു മുന്നണിയും ഒരു എന്താ പറയണ്ടത്, ഒരു ചമ്മലുമില്ലാതെ ഒരു മനപ്രയാസവും ഇല്ലാതെ കേരളത്തിൻ്റെ സ്വപ്നമാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്. പിൻവാതിൽ നിയമനം നടത്തിയതായിരുന്നോ കേരളത്തിലെ ആളുകളുടെ സ്വപ്നം? നിയമന നിരോധനം നടപ്പിലാക്കിയതായിരുന്നു കേരളത്തിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ സ്വപ്നം? ബന്ധു നിയമനം നടത്തുന്നതായിരുന്നു കേരളത്തിലെ ആളുകളുടെ സ്വപ്നം? എൻ്റെ സാറേ, അധികാരത്തിലിരുന്ന സമയം കൊണ്ട് ഇത്രയേറെ അഴിമതി കാണിക്കുക. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മന്ത്രിയോട് ഇയാൾ അധികാരത്തിൽ തുടരാൻ അർഹതയില്ല എന്ന് ലോകായുക്ത പറഞ്ഞത് ഈ നിങ്ങളുടെ മന്ത്രിസഭയിലാണ്. അത് കേരളത്തിൽ ഈ ഉത്തരവ് വരെ ഇലക്ഷന് ശേഷമാണ് ഉത്തരവ് വന്നെങ്കിലും ഇലക്ഷൻ കാലത്തൊക്കെ കാര്യമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ സ്വപ്നം ഇതെല്ലാം ചെയ്തിട്ടും പറയാം ഞങ്ങളാണ് കേരളത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്, സ്വപ്നം ഞങ്ങളാണ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ സജീഷ് CAA കുറിച്ച് പറഞ്ഞു, പൗരത്വ നിയമത്തെക്കുറിച്ച്. പൗരത്വ നിയമം നടപ്പിലാക്കിയില്ല എന്നാണല്ലോ നിങ്ങളുടെ പ്രഖ്യാപിത നിലപാട്. കേരളത്തിൽ ഇന്ത്യൻ പൗരത്വം ഇല്ലാത്ത കേരളത്തിലുള്ള ആളുകൾ അപ്പോൾ അപേക്ഷിക്കേണ്ട എന്നാണോ? അവരപേക്ഷിക്കേണ്ടതെന്നാണോ? എന്താ നിങ്ങളുടെ ഒരു നിലപാട് പറയണമല്ലോ. ഞങ്ങൾ CAA നടപ്പിലാക്കില്ല. ഞാൻ CAA കുറിച്ചുള്ള ചർച്ചയിലല്ല. നിലവിൽ ഇന്ത്യൻ പൗരനല്ലാത്ത ആൾ പൗരത്വത്തിന് അപേക്ഷിക്കണമെങ്കിൽ ഈ പൗരത്വ നിയമം അനുസരിച്ച് വേണം അപേക്ഷിക്കാൻ. അപ്പം ഞങ്ങളിത് ഇവിടെ നടപ്പിലാക്കില്ല, ഞങ്ങൾ അപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പൗരന്മാരില്ലാതെ ഇവിടെ താമസിക്കുന്ന ആളുകൾ ഇവിടെ തന്നെ പൗരന്മാരെല്ലായി തുടർന്നോട്ടെ, എന്ന് വേണമെങ്കിൽ പിടിച്ച് പുറത്താക്കി ഡീപ്പോർട്ട് ചെയ്തോട്ടെ എന്നുള്ളതാണോ നിങ്ങളുടെ നിലപാട്? ഈ ആളുകളെ കബളിപ്പിക്കുന്നതിനും പറ്റിക്കുന്നതിനും ഒക്കെ ദീർഘനാളൊന്നും ഇത് ഇങ്ങനെ പറ്റത്തില്ല സാർ. ഈ കള്ളം പറഞ്ഞ് ഒരു വിഷയത്തെക്കുറിച്ച് അത് വേറൊന്നായി ചിത്രീകരിച്ച് കള്ളം പറഞ്ഞ് പറ്റിക്കാൻ പറ്റത്തില്ല സാർ. അത് സജീഷ് മനസ്സിലാക്കിക്കൊള്ളൂ. ആളുകൾ ഈ പഴയതുപോലെ പ്രിൻ്റ് മീഡിയ മാത്രമല്ലല്ലോ, ഇലക്ട്രോണിക് മീഡിയയും സോഷ്യൽ മീഡിയയും എല്ലാം ഉണ്ടല്ലോ. വിവരസാങ്കേതിക വിദ്യ വളരെയേറെ വളർന്നിരിക്കുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് ഇൻഫർമേഷൻ പോവുകയാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് നിന്നാണ് പറയുന്നത് ഞങ്ങൾ CAA നടപ്പിലാക്കിയില്ല. അവിടെ ഗുരുവായൂർ ഒരു സ്ഥാനാർത്ഥി അപേക്ഷ ഞാൻ പൂരിപ്പിച്ച് നൽകുമെന്ന് പറഞ്ഞത് വലിയ തെറ്റാണ് സാർ. അപേക്ഷ പൂരിപ്പിക്കാതെ ഒരാൾക്കും പൗരത്വം കിട്ടത്തില്ല. ഇന്ത്യൻ പൗരനല്ലാതെ ഇവിടെ താമസിക്കുന്ന ഒരാൾക്കും പൗരത്വം കിട്ടത്തില്ല. അയാൾ അപേക്ഷ കൊടുക്കണം. അതല്ലേ സത്യം? നിങ്ങളുടെ പാർട്ടിക്കാരനാണെങ്കിൽ അപേക്ഷ കൊടുക്കാതെ കിട്ടത്തില്ല. CPM-ന്റെ മെമ്പർഷിപ്പ് കിട്ടുന്ന പോലെ അല്ല. അതിന് പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ ആ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് പൗരത്വ നിയമം പറഞ്ഞിരിക്കുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. എന്താണെങ്കിലും ഈ BJP-യും കോൺഗ്രസും ഒക്കെ കൂടെ ചേർന്നാൽ അതൊരു ഉട്ടോപ്യൻ ചിന്തയാണ്. അല്ലെങ്കിൽ അപ്രായോഗികമായൊരു ചിന്തയെക്കുറിച്ച് പറയുന്നു. എന്തായാലും അത്ര ഒരു ആത്മവിശ്വാസമൊക്കെ നല്ലതാണ്. മെയ് 2-ാം തീയതി വരെ എന്തായാലും അത്ര ആത്മവിശ്വാസം വെച്ചുകൊണ്ടിരിക്കുക. ഇനി മനു ചോദിച്ച ചോദ്യം, ഗുരുവായൂർ എന്താ സംഭവിച്ചത്? ഗുരുവായൂർ തലശ്ശേരിയിൽ എന്താ സംഭവിച്ചത്? നോമിനേഷൻ പൂരിപ്പിച്ചതിന് തെറ്റാണോ? നോമിനേഷൻ പൂരിപ്പിച്ചതിന് തെറ്റല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ A ഫോമും B ഫോമും സ്ക്രൂട്ടിനിയുടെ അന്ന് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ A ഫോമും B ഫോമും ഫോട്ടോസ്റ്റാറ്റ് കൊടുത്തു. സ്ക്രൂട്ടിനി സമയത്ത് ഒറിജിനൽ ഹാജരാക്കുമ്പോൾ അംഗീകരിച്ചില്ല. ഇത്തരം ടെക്നിക്കൽ പ്രശ്നങ്ങൾ വെച്ച് പല നോമിനേഷനുകളും സ്വീകരിച്ചിട്ടുണ്ട്. ഗുരുവായൂരെയും തലശ്ശേരിയിലെയും സ്വീകരിച്ചില്ല. ഞങ്ങൾ ഹൈക്കോടതി പോയി. ഹൈക്കോടതി പറഞ്ഞു ഈ ചില ആളുകളോട് മൃദു സമീപനവും ചില ആളുകളോട് കടുത്ത സമീപനവും സ്വീകരിക്കുന്ന റിട്ടേണിംഗ് ഓഫീസർമാരുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ അന്ന് ഞങ്ങൾക്ക് ഈ പോളിംഗ് ഏജന്റുമാരെ ഇരിക്കാൻ ഒരു ഫോമിൽ 2 പേരുടെ എഴുതി കൊടുക്കാം. ചില പോളിംഗ് ഓഫീസർമാർ പറഞ്ഞ് പറ്റില്ല. ഒരേ സ്കൂളിലിരിക്കുന്ന ഒരു പോളിംഗ് ബൂത്തിൽ അവിടുത്തെ പോളിംഗ് BLO പറയുന്നു ഞങ്ങൾ അംഗീകരിക്കാം, നിങ്ങൾ ഒരു ഫോമിൽ എഴുതി തന്നാൽ മതി. ഇത് വരുന്ന ഓരോ ഉദ്യോഗസ്ഥന്മാരും വരുന്ന റിട്ടേണിംഗ് ഓഫീസർമാർക്ക് തോന്നുന്നത് പോലെ നിയമത്തെ വ്യാഖ്യാനിക്കുന്നു. റിട്ടേണിംഗ് ഓഫീസറോട് തീരുമാനമെടുത്താൽ അത് അന്തിമമാണ്, കോടതിക്ക് ഇടപെടാനൊക്കില്ല. അതുകൊണ്ടാണ് കോടതി ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് ശേഷം. അതുകൊണ്ട് അത് നമുക്ക് വഴിയെ കാണാം. പിന്നെ സുരേഷ് ഗോപി എന്താ പറഞ്ഞത്? ഗുരുവായൂർ നോട്ടൊക്കെ ഔട്ട് ചെയ്യണമെന്നാ. നോട്ടൊക്കെ ഔട്ട് എല്ലാ BJP-ക്കാരും നോട്ടൊക്കെ ഔട്ട് ചെയ്യണമെന്നാ. നോട്ടൊക്കെ ജയിക്കാൻ പറ്റില്ലല്ലോ. BJP-യുടെ വ്യക്തമായ നിലപാട് അവിടെ BJP ഒരു സുരേഷ് ഗോപി പറയുന്നതല്ല പാർട്ടിയുടെ നയം. സുരേഷ് ഗോപി അല്ല പാർട്ടിയുടെ നയം പറയേണ്ടത്, സംസ്ഥാന അധ്യക്ഷനാണ്. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു അവിടെ ഒരാൾക്ക് പിന്തുണ കൊടുത്തു, തലശ്ശേരിയിൽ ഒരാൾക്ക് പിന്തുണ കൊടുത്തു, ദേവികുളത്തും ആളുകൾക്ക് പിന്തുണ കൊടുത്തു. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പാർട്ടിയുടെ സംസ്ഥാന ലീഡർഷിപ്പ് കളക്റ്റീവായി എടുത്തൊരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ആ പ്രഖ്യാപനത്തിനനുസരിച്ച് പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുമ്പോൾ പിന്നെയും അവിടെ കൺഫ്യൂഷന്റെ കാര്യം ഞങ്ങൾക്കില്ല. ശരി, കേൾക്കേണ്ടതുണ്ട് താങ്കൾക്കുള്ള മറുപടിയും താങ്കൾ ഈ പറഞ്ഞ മുന്നോട്ട് വെച്ച കാര്യങ്ങൾക്കുള്ള മറുപടി. സജീഷ്,
ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ സ്ഥാനാർത്ഥിത്വം, അതായത് 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വിഷയം, അത് സാങ്കേതികപരമായ പ്രശ്നങ്ങളുടെ പുറത്തുണ്ടായ വിഷയമാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊന്ന്, ഈ KN ഖാദർ പറഞ്ഞ ഫോം പൂരിപ്പിച്ച് നൽകാമെന്ന പരാമർശം, അത് ചെയ്യേണ്ട കാര്യമാണ്, അത് ചെയ്യാതെ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാതെ കഴിയില്ല എന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. പിന്നെ നാടിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന സർക്കാരാണെന്ന് തെളിയിക്കാനല്ല മനു കൈരളിയുടെ സ്വഭാവം എടുക്കരുത്. മനു, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇന്ത്യൻ പൗരനല്ലാത്ത ഒരാൾക്ക് പൗരത്വം കിട്ടണമെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മനു ട്വിസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ അങ്ങനെ തന്നെ ചോദിക്കൂ. ഇന്ത്യയിൽ പൗരത്വം ഇല്ലാത്ത ഒരാൾക്ക് പൗരത്വം ലഭിക്കാനുള്ള നിയമമാണ് പൗരത്വ നിയമം. ആ പൗരത്വ നിയമത്തിൽ പൗരനല്ലാത്തയാൾക്ക് അപേക്ഷ കൊടുക്കണം. സജീഷ്, ഇതാണ് പൗരനാണെന്ന് തെളിയിക്കാനല്ല എന്ന് പറയുന്നത്, ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണെന്ന് പറയുന്നത്. സജീഷ്, മറുപടി. അല്ല, ഒരു കാര്യം, ശ്രീ നാരായണ നമ്പൂതിരിക്ക് ഇപ്പോൾ ന്യായീകരിച്ച് ലീഗ് നേതാവ് ശ്രീ KN ഖാദർ പറഞ്ഞതിനെയും ന്യായീകരിക്കേണ്ടി വരികയാണ്. ശ്രീ KN ഖാദർ പറഞ്ഞത്, ഞാൻ 2 പ്രസംഗത്തിലായി അദ്ദേഹം പറഞ്ഞത് ഞാൻ വ്യക്തമായി കേട്ടിട്ടുള്ളതാണ്, ശ്രദ്ധിച്ചിട്ടുള്ളതുമാണ്. ഞാൻ ഏതാണ്ട് ഒരു 50-60 വർഷം മുമ്പേയുള്ള എൻ്റെ പിതാമഹന്മാരുടെ രേഖകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സേഫാണ്. അതാണ് KN ഖാദർ പറയുന്നത്. ഞാൻ സേഫാണ്. അതുപോലെ നിങ്ങളെല്ലാവരും സേഫ് ആവണം. ഇതിൻ്റെ മാതൃകാ അപേക്ഷാ ഫോറം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലീഗ് നൽകും എന്നെല്ലാം പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. എൻ്റെ നാട്ടിലാണ് പ്രസംഗിച്ചത്. അതാണ് നിങ്ങൾക്ക് അനുകൂലമായി ഈ BJP ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിന് പൗരത്വം തെളിയിക്കാൻ എല്ലാവരും ഇങ്ങനെ പഴയ നോട്ട് നിരോധന കാലത്തെ പോലെ നിൽക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അതിന് ഞങ്ങൾ സൗകര്യം ഒരുക്കി കൊടുക്കും എന്ന് പറയുകയാണ്. അവിടെ ഞങ്ങൾ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ അല്ല, ഞാൻ പറയട്ടെ, നാരായണ നമ്പൂതിരി താങ്കൾ പറഞ്ഞോളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ പറഞ്ഞോളൂ. പക്ഷെ ഇപ്പോൾ ഞാൻ സംസാരിക്കട്ടെ. അല്ലല്ല, ഞാൻ പറയട്ടെ. ശ്രീ നാരായണ നമ്പൂതിരി അവിടെ നിൽക്കൂ. ശ്രീ നാരായണ നമ്പൂതിരി, താങ്കൾ ഇങ്ങനെ ഇടപെടല്ലേ? താങ്കൾ പറഞ്ഞപ്പോൾ എനിക്ക് അത് പ്രധാനപദം പറയാമായിരുന്നു. അല്ല, താങ്കൾ പറഞ്ഞത് അങ്ങേയറ്റത്തെ കള്ളമായിട്ട് ഞാനത് കേട്ടു നിൽക്കുകയായിരുന്നല്ലോ. ഇപ്പൊ ഞാൻ പറയട്ടെ. ശ്രീ നാരായണ നമ്പൂതിരി, ഈ രീതി ശരിയല്ല. ശ്രീ നാരായണ നമ്പൂതിരി, താങ്കളെക്കാൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ എനിക്കറിയാം. ശ്രീ നാരായണ നമ്പൂതിരി, ഞാൻ ഒരു മാന്യതയുടെ പുറത്താണ്. താങ്കൾ പറഞ്ഞത് പച്ച നുണയും ഈ രാജ്യത്ത് സംഘപരിവാരം ആളുകൾക്ക് നേരെ സ്വീകരിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയും നിസാരവൽക്കരിച്ച് താങ്കൾ പറയുകയാണ്. അപ്പോൾ എനിക്ക് ഇടപെടാമായിരുന്നു. ഞാൻ ഇടപെട്ടിട്ടില്ല. അല്ല, ഞാൻ പറയട്ടെ. താങ്കൾ എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്നത്? അതവിടെ വെക്കൂ. താങ്കൾക്ക് അവസരം ലഭിക്കുമ്പോൾ താങ്കൾ പറഞ്ഞോളൂ. ഇല്ല, ഒരു കാര്യം ശ്രീ നാരായണ നമ്പൂതിരി, അതൊന്നും ശരിയായ രീതിയല്ല. താങ്കൾ ഇവിടെ കളവ് അവതരിപ്പിച്ചപ്പോൾ ഞാൻ മിണ്ടാതിരുന്നതാണ്. ഇപ്പൊ ഞാൻ എന്റെ അഭിപ്രായം പറയുമ്പോൾ താങ്കളുടെ അവസരത്തിൽ താങ്കൾക്ക് പറയാൻ ധാരാളം സമയം തന്നതാണ്. തരാം, ഇനിയും തരാം. ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ. സമയമെടുത്ത് താങ്കൾ പറഞ്ഞു. സജീഷ് ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറയാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ ഇടപെടുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതി അംഗീകരിക്കാൻ ശ്രീ നാരായണ നമ്പൂതിരി, അദ്ദേഹം പറയുന്നത് കള്ളമാണെങ്കിൽ താങ്കളുടെ അവസരത്തിൽ താങ്കൾക്ക് അത് തുറന്നു കാണിക്കാൻ അവസരമുണ്ട്. ഒരു നിമിഷം ഒന്ന് തുടരൂ, ഇടപെടാതെ അദ്ദേഹം സംസാരിക്കട്ടെ. ശ്രീ നാരായണ നമ്പൂതിരി, പ്രായം എന്തിനുള്ളതാണ്? ഞാൻ പറയുകയാണ് താങ്കൾ ഒരു കാര്യം, താങ്കൾ അല്പം ഈ ചർച്ചയോട് മാന്യത പുലർത്തുമെങ്കിൽ മിണ്ടാതിരിക്കൂ. അല്ലല്ല, കള്ളം പറയുമ്പോൾ സംസാരിച്ചപ്പോൾ ഒരു അക്ഷരം ഞാൻ മിണ്ടിയില്ല. കള്ളമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബിജെപിക്കാർ മുഴുവൻ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇടപെടേണ്ടി വരുമല്ലോ നിരന്തരം. കള്ളമല്ലാതെ വല്ലെന്തെങ്കിലും പറയാറുണ്ടോ BJP? താങ്കൾ പറഞ്ഞാലും ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് ഞങ്ങളുടെ അവസരത്തിൽ പറയാമെന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ മുഴുനീള കളവ് പറയുന്ന നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് മാന്യതയുടെ പുറത്താണ്. അല്ലാതെ നിങ്ങൾ സത്യം പറയുമെന്ന് കരുതിയിട്ടല്ല. BJP-യിൽ നിന്നും RSS നിന്നും ഒരു സത്യവും ഈ നാടോട്ട് പ്രതീക്ഷിക്കുന്നുമില്ല. കളവിനെ എങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കാം എന്നതാണ് നിങ്ങളുടെ രാഷ്ട്രീയം. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യം ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ.
സജീഷ് മനു ഞാൻ പറഞ്ഞത് കള്ളമാണ്. താങ്കൾക്ക് അവസരം തരേണ്ടത് അവതാരകനാണ്. ശ്രീ നാരായണ നമ്പൂതിരി, എനിക്ക് ഞാൻ ഇത്തരം ഒരു കൃത്യമായി ചർച്ചയ്ക്ക് താല്പര്യമില്ല. താങ്കൾക്ക് സംസാരിക്കാനുള്ള അവസരം ഞാൻ തന്നിരുന്നു. ഒരു നിമിഷം സജീഷ് പറഞ്ഞു തീർത്തോട്ടെ. ഒരു നിമിഷം സജീഷ് പറഞ്ഞു തീർക്കട്ടെ. ഇപ്പോൾ എന്റെ അവസരമാണ്, ഞാൻ സംസാരിക്കുകയാണ്. താങ്കൾ കള്ളം പറഞ്ഞപ്പോൾ, പൗരത്വ നിയമത്തെ നിസ്സാരവൽക്കരിച്ചപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത് താങ്കൾ പറഞ്ഞത് ശരിയാണെന്ന് കരുതിയിട്ടാണോ? താങ്കൾ തെറ്റാണ് പറഞ്ഞതെന്ന് നല്ല ബോധ്യമുണ്ട്. ഞങ്ങളെ നാടിനെ വഞ്ചിക്കുന്ന വർത്തമാനമാണ് പറയുന്നതെന്ന് ബോധ്യമുണ്ട്. എന്നിട്ടും മിണ്ടാതിരുന്നത് താങ്കളുടെ ഊഴമാണ് എന്നുള്ളതുകൊണ്ടാണ്. ശ്രീ നാരായണ നമ്പൂരി, ഒരു കാര്യം താങ്കളോട് ഞാൻ ചോദിക്കുന്നത്, താങ്കളുടെ അവസരത്തിൽ താങ്കൾക്ക് സംസാരിക്കാമല്ലോ. ഇപ്പോൾ എന്റെ അവസരത്തിൽ ഞാൻ എന്തോ പറയട്ടെ, അത് ശരിയോ തെറ്റോ എന്ന് നാട്ടുകാർ വിലയിരുത്തും. താങ്കളാണോ ഈ ചർച്ചയിലെ ജഡ്ജി? സജീഷ് തുടരൂ, വേഗം. സജീഷ്, നമ്മുടെ വിഷയത്തിലേക്ക് താങ്കൾ കളവ് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. വിഷയത്തിലേക്ക് വരൂ സജീഷ്, വേഗം. നമുക്ക് സമയപരിമിതിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശ്രീ നാരായണ നമ്പൂതിരി, ഒരു നിമിഷം ക്ഷമിക്കൂ. അതായത് ഞാൻ പറഞ്ഞു വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൽ പറയേണ്ടതുണ്ട്. ഒന്ന്, പൗരത്വ നിയമത്തെ ഉൾപ്പെടെ നിസാരവൽക്കരിച്ചുകൊണ്ട് ലീഗ് നേതാവ് ഉൾപ്പെടെ സ്വീകരിച്ച നിലപാടിനെ, ഗുരുവായൂരിലെ ലീഗിൻ്റെ സ്ഥാനാർത്ഥി KNA ഖാദർ ഉൾപ്പെടെ സ്വീകരിച്ച നിലപാടിനെ ലഘൂകരിച്ച് അവതരിപ്പിച്ച് ഒരു പരസ്പര സഹായ സഹകരണ സംഘമായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് ഈ ചർച്ചയിലൂടെ തന്നെ ബോധ്യമാണല്ലോ. അവർ പറഞ്ഞതും ശരി, ഞങ്ങൾ പറഞ്ഞതും ശരി. ഇപ്പം അവരെല്ലാം ഒരു കൂട്ടായി നിൽക്കുന്നു എന്നത് ഈ ചർച്ചയിൽ നിന്ന് ബോധ്യമാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം അതിനിടയിൽ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. നിയമന നിരോധനം, ഇന്ത്യയിലാണ് നിയമന നിരോധനം. ശ്രീ നാരായണ നമ്പൂതിരി, BJP അധികാരത്തിൽ വരുമ്പോൾ, മോദി അധികാരത്തിൽ വരുമ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരായിട്ട് ഇന്ത്യയിൽ 36 ലക്ഷം പേരുണ്ടായിരുന്നു. ഇപ്പോൾ അത് 31.5 ലക്ഷം പേരേ ഉള്ളൂ. 5 ലക്ഷം പേരില്ല. ഇപ്പോൾ ഇന്ത്യയിൽ നിയമനം നടക്കുന്നില്ല. 8 ലക്ഷത്തിലധികം തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതാണ് ഈ രാജ്യത്തിൻ്റെ അവസ്ഥ. രാജ്യത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ നിങ്ങൾ വിൽക്കുകയാണ്. പിന്നെ എവിടെയാണ് നിയമിക്കുന്നത്? ഇന്ത്യയിലെ റെയിൽവേ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, BPCL, BSNL, അതുപോലെ എണ്ണിയാൽ തീരാത്ത സ്ഥാപനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിയമനം നടത്തുക ഈ രാജ്യത്തെ ഗവൺമെന്റ് ആണോ അതോ അത് വാങ്ങുന്ന സ്ഥാപനങ്ങളാണോ, മുതലാളിമാരാണോ? അവർ നിയമനം നടത്തും. പിന്നെ സംവരണവുമില്ല, നിയമനവുമില്ല. ഇതൊക്കെ ആരെ പറ്റിക്കാൻ പറയുന്നതാണ്? ഒരു കാര്യം, നിങ്ങൾ അഭ്യസ്ത വിദ്യരെ ചാക്കിട്ട് പിടിക്കാമെന്ന് കരുതിയിട്ടാണെങ്കിൽ അവർ നല്ല വിദ്യാഭ്യാസവും ബോധവുമുള്ള ആളുകളാണ് എന്നറിയാമല്ലോ. തെരഞ്ഞെടുപ്പ് ദിവസം പോലും നിങ്ങൾ ചില കളവ് പറഞ്ഞപ്പോൾ ആ കളവിനെതിരായിട്ട് ഈ കേരളത്തിലെ റാങ്ക് ഹോൾഡേഴ്സ് വന്ന് ഞങ്ങളുടെ പേരിൽ കളവ് പ്രചരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് താങ്കൾ കണ്ടിരിക്കുമല്ലോ. കാരണം അവർക്കൊക്കെ കാര്യങ്ങളിൽ നല്ല ധാരണയുണ്ട് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ നിങ്ങൾ പൂർണ്ണമായും വിൽപ്പന നടത്തുകയാണ്, വർഗീയവൽക്കരിക്കുകയാണ്. ഈ രാജ്യത്ത് ജനിച്ച മനുഷ്യൻ്റെ പൗരത്വം നിങ്ങൾക്ക് അപേക്ഷ തന്ന് ഉണ്ടാക്കിയെടുക്കണമെന്ന് പറഞ്ഞാൽ അത് ഈ കേരളത്തിൽ നടക്കില്ല. ഞങ്ങളാരും ഒരപേക്ഷ തരാനുമില്ല. ശ്രീ നാരായണ നമ്പൂതിരി, നിങ്ങൾക്കാവുമെങ്കിൽ നിങ്ങൾ ആക്കിക്കോ. ഇത് കേരളമാണ്. മതനിരപേക്ഷ കേരളം ചെറുക്കും. അതിന് ചിലപ്പോൾ ലീഗുകാർ വാലാട്ടി കൂടെ നിന്നു വരും 10 വോട്ടിന് വേണ്ടി. പക്ഷെ അതല്ല പ്രശ്നം. ഇനി എന്തു വന്നാലും ഇവിടെ ഒരു മനുഷ്യനും നിങ്ങളുടെ മുന്നിൽ ഫോമുമായി ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി വരില്ല. അതിനുവേണ്ടി ഞങ്ങൾ ആരും സന്നദ്ധരല്ല. അങ്ങനെ നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ടാകും. അത് ഈ കേരളത്തിൽ നടക്കില്ല. അത് മോഡിയുടെയും ശരി സജീഷ്, തർക്കത്തിനിടയിൽ നമ്മുടെ സമയം വളരെയധികം മുന്നോട്ട് പോയി. ഞാൻ നാരായണ നമ്പൂതിരി, താങ്കളിലേക്ക് അവസരമായി ഞാൻ വരാം. ഒരു നിമിഷം എനിക്ക് ലാലിൻ്റെ ഒരു പ്രതികരണം കൂടി എടുക്കേണ്ടതുണ്ട്. ലാൽ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം നമ്മൾ എടുത്തു വരുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഈ 4 വോട്ടിന് വേണ്ടി നിലപാടുകളിൽ വെള്ളം ചേർക്കപ്പെടുന്നുണ്ടോ? കോലീബി എന്ന് പറയുന്ന ആരോപണം 2011-ൽ 91-ന് ശേഷം 30 വർഷങ്ങൾക്കപ്പുറം 2011-ലേക്ക് വരുമ്പോൾ 2021-ലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മുടെ മുൻപിൽ തെളിയുന്നുണ്ടോ? ഇതിൻ്റെ ഒരിക്കൽ തള്ളിക്കളഞ്ഞ കേരളം വീണ്ടും അതിനെ ഏത് രീതിയിൽ സ്വീകരിക്കുമെന്നതിനെ കുറിച്ച് ആശങ്കയുണ്ടോ? ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. എനിക്ക് വേഗം വേണം ലാൽ, കാരണം സമയം കുറെ ഏറെ പോയി. നമ്പൂരി സാർ ഇത്രത്തോളം പ്രകോപിതനാവുമെന്ന് ഞാനും കരുതിയില്ല. അപ്പോട്ടെ, ഇന്നത്തേക്ക് നമുക്ക് വിടാം. സാധാരണ അദ്ദേഹം ജനാധിപത്യവാദിയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഹരി പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഹരി പറഞ്ഞു വെച്ചത്, ഞാൻ ഇവിടുത്തെ നിങ്ങളുടെ 2 കാൻഡിഡേറ്റിനെയും കേർട്ടയിൽ ചെയ്ത് സംസാരിച്ചു എന്നുള്ള രീതിയിലാണ്. ഞാൻ അവരുടെ എഫിഷ്യൻസിയെയും അല്ലെങ്കിൽ അവരുടെ ടാലന്റിനെ ഒന്നും ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കാരണവശാലും ജനങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അവർ രണ്ടുപേരും ആ പർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ
കോമ്പീറ്റന്റ് അല്ല എന്നുള്ള എന്റെ വാദമാണ് മുന്നോട്ട് വെച്ചത്. അല്ല വീണ എന്ന് പറയുന്ന വ്യക്തി മോശമാണെന്നോ അല്ലെ SS ലാല് മോശക്കാരനാണെന്നോ അല്ല ഞാൻ പറഞ്ഞത്. അവർ രണ്ടുപേരും അവിടെ പറ്റില്ല എന്നുള്ള വിലയിരുത്തൽ എനിക്കുണ്ടെന്ന് പറഞ്ഞുള്ളൂ. അതാണ് എനിക്ക് അതിനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സുരേന്ദ്രൻ പിള്ളയെ കുറിച്ചും പണ്ട് നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത്. അത് പിന്നീട് നമുക്ക് നമ്മുടെ മുന്നിൽ ചരിത്രമായി മാറുകയും ചെയ്തു. പിന്നെ താങ്കൾ ചോദിച്ച കോലീബിയുമായിട്ടുള്ള ഒരു സഖ്യം, ഇതിനകത്ത് കുഴപ്പമെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ഗെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് കോൺഗ്രസ് ഇവിടെ ചെയ്യുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP കോലീബിയിലൊക്കെ പോകും. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലീ ഒഴിച്ച് കോയെ മൊത്തം അവർ വാങ്ങിച്ചിട്ടുണ്ട് പല സ്ഥലത്തും. കോൺഗ്രസിനെ മൊത്തത്തോടെ ഏറ്റെടുത്തിട്ടുള്ള ഒരു പാരമ്പര്യം അവർക്കുണ്ട്. ആ മോഡൽ അവർ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ കാര്യത്തിൽ നാരായണ സമ്പൂർ സാറിനെ കുറ്റം പറയത്തില്ല. കാര്യം അപ്പുറത്തിരിക്കുന്ന ഒരാളെ വിലക്ക് കിട്ടുമെങ്കിൽ അല്ലെ മേടിക്കാൻ പറ്റുമെങ്കിൽ അവർ വാങ്ങിക്കുന്നത് തെറ്റൊന്നും കാണത്തില്ല. ഒരു കമ്മോഡിറ്റിയായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വാങ്ങിക്കും. അതിന് നമ്പൂർ സാറിന്റെ രാഷ്ട്രീയത്തെ വിമർശിക്കുന്നതോട് എനിക്ക് യോജിപ്പില്ല. അവിടെ കോൺഗ്രസിനെയാണ് നമ്മൾ വിമർശിക്കേണ്ടത്. പോകാനിരുന്നിട്ടാണ് എന്നുള്ളതാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ചങ്ങനാശ്ശേരിയിലെ ബിജെപിയുടെ സ്ഥാനാർത്ഥി ആരായിരുന്നു? നല്ല ഒന്നാം തരം പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു. തൃപ്പൂണിത്തുറ ആരായിരുന്നു? നല്ല ഒന്നാം തരം കോൺഗ്രസ്സുകാരനായിരുന്നു. അതിന് പകരം ഇവർ പറഞ്ഞ എന്താ? പഞ്ചായത്തിൽ നിന്നിരിക്കുന്ന ഏതോ ഒരു CPM കാരൻ ഏരിയ കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള ജനങ്ങൾക്ക് വലുതായിട്ട് അറിയാൻ വയ്യാത്ത ഒരാൾ. ഞാൻ പറഞ്ഞ പബ്ലിക് സ്പേസിൽ വളരെയധികം കോൺഗ്രസിന് വേണ്ടി വാദിച്ച് മുന്നോട്ട് നിന്നിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ BJPയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് BJPക്ക് അക്സെപ്റ്റൻസ് ഉണ്ടാക്കി കൊടുക്കുമെങ്കിലും BJPയിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ബന്ധം കൃത്യമാകുന്നുണ്ട് എന്ന് നമുക്ക് പൊതുസമൂഹത്തിന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. എനിക്ക് ഞാനൊന്ന് ശ്രീ നാരായണ നമ്പൂതിരിക്ക് അവസരം കൊടുക്കേണ്ടത്, കാരണം അദ്ദേഹത്തിന് മറുപടി പറയാനുണ്ട്. ശ്രീ നാരായണ നമ്പൂതിരി, വളരെ വേഗം, കാരണം ഈ തർക്കത്തിനിടയിൽ നമ്മുടെ സമയം ഒരുപാട് മുന്നോട്ട് പോയി. ശ്രീ GV ഹരിയുടെ സമയം വരെ നമുക്ക് അപഹരിക്കേണ്ടി വന്നു ഈ നിലവിൽ. പെട്ടെന്ന് ലാലെ ഈ കണ്ണന്താനം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരനല്ലായിരുന്നു, CPMന്റെ ഇടതുപക്ഷ MLA ആയിരുന്നു. അത് ലാല് മറക്കണല്ലോ. ലാല് ഇടതുപക്ഷ സഹയാത്രികനായതുകൊണ്ട് ചിലതൊന്നും കാണത്തില്ല, കേൾക്കത്തില്ല. അതാണ്. ഇനി രണ്ടാമത്തെ സജീഷിനോട് പറയാം. സജീഷ് 2017 ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി വച്ച ഒരു റിപ്പോർട്ടുണ്ട്. 2014 ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ സർവീസിലെ ജീവനക്കാരുടെ എണ്ണം 31.5 ലക്ഷമാണ്. 2019 അത് 40 ലക്ഷമായി വർദ്ധിച്ചു. ഈ 2020-21 കണക്കനുസരിച്ച് 50 ലക്ഷം ജീവനക്കാർ കേന്ദ്ര സർവീസിലുണ്ട്. നിങ്ങൾ ഇപ്പോൾ 50 ലക്ഷം ഉള്ളത് ഇപ്പോൾ 31. ആ പാർലമെന്റിലെ റിപ്പോർട്ടൊന്നും എടുത്ത് വായിക്കേണ്ട സജീഷ്. 2017 ഈ 31.5 ലക്ഷം എന്ന് പറഞ്ഞത്. അത് 8.5 ലക്ഷം വേക്കൻസി ഉണ്ടായിരുന്നു. ആ വേക്കൻസി നികത്തുകയും ഇപ്പോൾ അത് 49 ലക്ഷത്തി ചില്ലുവാനോ വേക്കൻസികൾ ഫില്ല് ചെയ്തു കഴിഞ്ഞു. അതവിടെ നിൽക്കട്ടെ. ഇനി പൗരത്വ നിയമം, ഇത് കേരളത്തിൽ പ്രത്യേക പൗരത്വമൊന്നും ഇല്ലല്ലോ സാർ. വിദേശ പൗരന്മാർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ പൗരത്വം തേടുമ്പോൾ ഞങ്ങൾ കേരളത്തിലെ പൗരത്വത്തിന് കൊടുക്കുന്നു എന്നല്ലല്ലോ പറയുന്നത്. ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷ കൊടുക്കുന്നതാണ്. ആ ഇന്ത്യൻ പൗരത്വത്തിന് നിലവിൽ വിദേശ പൗരന്മാരായിട്ടുള്ളവർക്ക് ഇന്ത്യയിൽ പൗരത്വം വേണമെങ്കിൽ ഒരു അപേക്ഷ കൊടുക്കണം. അതിന് കേരളത്തിൽ പ്രത്യേക നിയമം ഒന്നും ഉണ്ടാക്കാൻ ഒരു ഇടതുപക്ഷത്തിനും ആവില്ല സാർ. നമ്മുടെ ഭരണഘടനയൊക്കെ ഉണ്ട്. അത് ഇന്ത്യൻ കേന്ദ്ര സർക്കാരാണ്, കേന്ദ്രത്തിൽ നിന്നാണ് കൊടുക്കേണ്ടത്. അത് വിദേശകാര്യ വകുപ്പ് അടക്കമാണ്. ഇത് ഇവിടുന്ന് മറ്റേ സ്വർണം കടത്തുന്നത് പോലെയൊക്കെ പൗരത്വം കൊടുക്കാമെന്നൊന്നും വിചാരിക്കരുത് സജീഷ്. നിങ്ങൾ എത്രയധികം ഇത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാലും അതിന് കൃത്യമായ സംവിധാനമുണ്ട്. അത് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. വളരെ വേഗം സജീഷ്. കാര്യം ഇങ്ങനെ പച്ച കളവ് പറയരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യം, ഇന്ത്യയിൽ ഇപ്പോ റിട്ടയർ ചെയ്ത ആളുകളെയാണ് കേന്ദ്ര സർവീസിൽ നിയമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആളുകൾക്കറിയാം. റെയിൽവേയിൽ റിട്ടയർ ചെയ്ത ആളുകളെ നിയമിക്കുന്നു, ബാങ്കിംഗ് മേഖലയിൽ റിട്ടയർ ചെയ്ത ആളുകളെ നിയമിക്കുന്നു, എല്ലാ മേഖലക്കകത്തും റിട്ടയർ ചെയ്ത ആളുകളെ ഉൾപ്പെടെ നിയമിക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആകെ ഇല്ലാതാക്കുന്നു. നാരായണൻ നമ്പൂതിരി ഇങ്ങനെ കളവ് പറയരുത്. ഈ രാജ്യത്ത് നിങ്ങൾ വന്നതിന് ശേഷം നിരവധിയായ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കിയതാണ്. എന്നിട്ട് എവിടെയുള്ള കളവുകൾ വെച്ച് ഇങ്ങനെ പറയരുത്. ആളുകൾ ഇതൊന്നും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ ഒറ്റ കാര്യം പറയാം, എന്യൂമറേഷൻ ഇതുമായി ബന്ധപ്പെട്ട രേഖകളും ഇതുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടക്കില്ല. NPR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടക്കില്ല. അതാണ് ഇടതുപക്ഷം പറഞ്ഞത്. അവരുടെ നിലപാട് കൃത്യമായി വ്യക്തമാക്കുകയാണ്. രണ്ടുപേരും തർക്കത്തിലാണെങ്കിൽ പോലും ഈ നിലപാട് ഇവിടെ LDF സർക്കാർ എടുത്ത നിലപാടിൽ അണുവിട മാറ്റമുണ്ടാകില്ല എന്ന് സജീഷ് ഉറപ്പ് പറയുന്നു. ഇവിടെ അത് നടപ്പാക്കാൻ, പൗരത്വ നിയമം നടപ്പാക്കാൻ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന അവരുടെ നിലപാട് അവർ ഉറപ്പിച്ചു പറയുന്നു. ഏതായാലും സമയപരിമിതി കൊണ്ട് മാത്രം ഈ സമയത്ത് ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും GV ഹരിയോട് പ്രത്യേകമായി ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം താങ്കളിലേക്ക് എനിക്ക് അവസാനം എത്താൻ കഴിഞ്ഞില്ല ഈ തർക്കത്തിനിടയിൽ. ഏതായാലും വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.